ടു EDFIL ലേണിംഗ്. EDFIL ലേണിംഗിന്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് KTET കാറ്റഗറി 3 അഡോളസൻസ് സൈക്കോളജിയിൽ വരുന്ന ക്വസ്റ്റ്യൻസുകളാണ്. ഏപ്രിൽ 2024 നടന്ന KTET കാറ്റഗറി 3 എക്സാമിന്റെ PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസ് ആണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻസിലേക്ക് കടന്നാലോ? ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയാലോ. ബയോളജിക്കൽ മോഡൽ ഓഫ് intellectual development is the idea associated with whom? ആരാണ് ബയോളജിക്കൽ ഡെവലപ്മെന്റ്, ബയോളജിക്കൽ കൺസെപ്റ്റുകളെയും കൂടി ഒത്തുചേർത്തുകൊണ്ടാണ് നമ്മളുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളിലുള്ള വ്യത്യാസങ്ങൾ, ഇന്റലിജൻസ് വ്യത്യാസങ്ങൾ വരുന്നതെന്ന് പറഞ്ഞത് ആരാണ്? പിയാഷെ ആണോ, ബ്രോണർ ആണോ, ഷെൽഡൻ ആണോ, കാറ്റൽ ആണോ എന്നുള്ളതാണ് ഓപ്ഷൻ ആയിട്ട് വന്നിട്ടുള്ളത്. നമുക്ക് എന്തായാലും നോക്കിയാൽ ആൻസർ, കറക്റ്റ് ആൻസർ ഇസ് പിയാഷെ. പിയാഷെ ആണ് എന്ത് ചെയ്തിട്ടുള്ളേ, നമ്മൾക്ക് ഓരോ പ്രായം കൂടുന്തോറും നമ്മളുടെ ബ്രെയിനിൽ വരുന്ന മെച്ചുറേഷണൽ ഡിഫറൻസിനൊപ്പം നമ്മളുടെ കോഗ്നേറ്റീവ് കപ്പാസിറ്റി, ചിന്തയിലായിക്കോട്ടെ, ഓരോ കാര്യങ്ങൾ സൊല്യൂഷൻസ് കണ്ടെത്തുന്നതിലായിക്കോട്ടെ, അബ്സ്ട്രാക്ട് തിങ്കിങ് കപ്പാസിറ്റിയിലായിക്കോട്ടെ, എല്ലാത്തിലും വരുന്ന വ്യത്യാസങ്ങൾ നമ്മുടെ ബയോളജിക്കൽ മെച്ചുറേഷൻ്റെയും കൂടി ഭാഗമാണെന്ന് പറഞ്ഞ ആളാണ് Piaget എന്ന് പറയുന്നത്. So, Jean Piaget's theories focus on the stages of cognitive development in children, which include biological maturation as a key factor influencing intellectual development. എന്താണ് ബയോളജിക്കൽ മെച്ചുറേഷൻ ആണ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിന്റെ കീ ഫാക്ടർ എന്നാണ് ആള് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സെലക്ട് ദ മോസ്റ്റ് സ്യൂട്ടബിൾ കോമ്പിനേഷൻ ഓഫ് combinations related to ICT from the below. ICT അഥവാ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ കൺസെപ്റ്റിനെ അനുയോജ്യമായ സ്റ്റേറ്റ്മെന്റ്സ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഒന്നാമത്തത്, ICT ക്യാൻ ഹെൽപ്പ് ഇൻ ഫോർമേറ്റീവ് അസസ്മെന്റ്. ഓരോ കുട്ടികളുടെയോ അല്ലെങ്കിൽ നമ്മൾ ആരെയാണോ അസസ് ചെയ്യാൻ ശ്രമിക്കുന്നത് അവരുടെ ലെവലുകളെ കറക്റ്റായി മനസ്സിലാക്കി കറക്റ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് കൊടുക്കാൻ പറ്റുന്നൊരു മെത്തേഡാണ് ICD എന്നുള്ളതാണ് ഫസ്റ്റ് ഓപ്ഷൻ. സെക്കൻഡ് വൺ, ICT വിൽ ഹിൻഡർ ദ സ്റ്റുഡൻറ് ടീച്ചർ റിലേഷൻഷിപ്പ്. ഒരു കുട്ടിയും ഒരു ടീച്ചറും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ അതെന്ത് ചെയ്യുന്നു, തടയിടുന്നു, അല്ലെങ്കിൽ അത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ നിന്നും നമ്മളെ ബാക്കോട്ട് വലിക്കും എന്നുള്ളതാണ് സെക്കൻഡ് ഓപ്ഷൻ. ആൻഡ് തേർഡ് വൺ, ICT വിൽ ഡിസ്ട്രോയ് ദി ക്രിയേറ്റിവിറ്റി എമംഗ് സ്റ്റുഡൻസ്. ഒരു കുട്ടീൻ്റെ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ഒരു ബോക്സിൽ നിന്നും അപ്പുറം ഒരു ചെറിയ ഒരു 4 ചുവരുകൾക്കപ്പുറം ചിന്തിക്കാനുള്ള കഴിവുകളെ നമ്മളിൽ നിന്ന് അകറ്റും എന്നാണ് പറയുന്നത്. ICT എന്ന് പറയുന്ന ഒരു ടെക്നോളജിയിലേക്ക് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ അതാണ് മൂന്നാമത്തെ ഓപ്ഷൻ. നെക്സ്റ്റ് ഓപ്ഷൻ, ICT will provide real-time interactions with students and teachers. എന്താണ് നേരത്തെ പറഞ്ഞ ഓപ്ഷനിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഓപ്ഷനാണ് വരുന്നത്. ICT എന്ത് ചെയ്യില്ല, സ്റ്റുഡൻസും ടീച്ചേഴ്സുമായിട്ടുള്ള റിലേഷനെ ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല, കൂടുതൽ ഇൻട്രാക്ഷന് ഹെൽപ്ഫുൾ ആകുമെന്നാണ് അടുത്ത ഓപ്ഷൻ വന്നിട്ടുള്ളത്. ആൻഡ് ICT ക്യാൻ പ്രൊവൈഡ് ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് ടു സ്റ്റുഡൻസ്. ICTക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉടനെ ഒരാളെ എന്തെങ്കിലും ഒരു സാധനം പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊപ്പം തന്നെ അവർക്ക് കറക്റ്റ് ആയിട്ടുള്ളൊരു ഫീഡ്ബാക്ക്, നിങ്ങൾ പഠിച്ചത് ശരിയാണോ, ഇനി നിങ്ങൾ എന്തൊക്കെ രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫീഡ്ബാക്ക് അപ്പം കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നുള്ളതാണ് ഓപ്ഷൻ വന്നിട്ടുള്ളത്. ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ABCDE, ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും ICTയുടെ ഉപകാരവുമായി ബന്ധപ്പെടുത്തി പറയാൻ പറ്റുന്നത്? നമുക്ക് എന്തായാലും ആൻസർ നോക്കിയാലോ. കറക്റ്റ് ആൻസർ വരുന്നത് നോക്കുന്നതിന് മുന്നേ ഓപ്ഷൻസ് നോക്കാം. A, B and E ആണ് കറക്റ്റ് മാത്രമായിട്ടുള്ളത്. A, B and D കറക്റ്റ് ആണ്. A, D and E ആണ് കറക്റ്റ്. A, B, D and E ആണ് കറക്റ്റ്. ഇതിൽ ഏതാണെന്നുള്ളത് നോക്കാം. കറക്റ്റ് ആൻസർ ഇസ് C. A, D and E ആണ് എന്ത് വരുന്നത്, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ICTനെ തെളിയിക്കുന്ന ഫീച്ചേഴ്സുകൾ A, D and E ആണ്. എന്തൊക്കെയാണ്? ICT ക്യാൻ ഹെൽപ്പ് ഫോർമേറ്റീവ് അസസ്മെന്റ്. ഓരോ കുട്ടികളുടെയും ഫോർമേറ്റീവ് അസസ്മെന്റിനെ അഥവാ പഠിക്കുന്നതിനൊപ്പം അവരുടെ
ലാഗുകളെയും അവരുടെ മുന്നേറ്റങ്ങളെയും കറക്റ്റായിട്ടുള്ള ഫീഡ്ബാക്ക് കൊടുക്കുന്ന ഫോർമേറ്റീവ് അസസ്മെന്റിന് ICT ഹെൽപ്പ് ചെയ്യും. രണ്ടാമത്തത് ICT will provide real time interaction with students and teachers. സ്റ്റുഡൻസും ടീച്ചേഴ്സും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിനൊന്നും എന്ത് പ്രശ്നമാകില്ല. ICTയിലേക്ക് നമ്മുടെ ലേണിംഗ് പ്രാക്ടീസിലേക്ക് അല്ലെങ്കിൽ ടീച്ചിങ് ലേണിംഗ് പ്രാക്ടീസിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ആൻഡ് ICT can provide immediate feedback to students are all true. എന്താണ് സ്റ്റുഡൻസിന് അപ്പം ഫീഡ്ബാക്ക് നിർദ്ദേശങ്ങൾ നൽകാൻ വേണ്ടിയിട്ട് ICT ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് സാധിക്കും. നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി. നമുക്ക് ടെക്നോളജി വലിപ്പം കൂടുന്നവരും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഓരോ പ്രാവശ്യം നിങ്ങളെ സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. സോ A, D and E ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ബിയും സിയും എന്താണ്, ഇതിന് ഓപ്പോസിറ്റ് ആയി പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. ഓപ്ഷൻ ബി ആൻഡ് സി പ്രസന്റ് നെഗറ്റീവ് വ്യൂസ് ദാറ്റ് ആർ നോട്ട് വൈഡ്ലി സപ്പോർട്ടഡ്. ICTനെ പറ്റി പറയുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റ് അല്ല എന്ത്, അതിനെ പറ്റി തെറ്റായി പ്രചരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് ബിയും സിയും എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. In the theory of psychosocial development, the central conflict during the stage of industry versus inferiority is dash. എന്താണ് സൈക്കോസോഷ്യൽ ഡെവലപ്മെന്റൽ തിയറി? ആരുടെ തിയറി ആയിരുന്നു? നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ എറിക്സന്റെ തിയറിയാണ് എന്താ സൈക്കോസോഷ്യൽ ഡെവലപ്മെന്റ്. ആ സൈക്കോസോഷ്യൽ ഡെവലപ്മെന്റ് തിയറിയിൽ ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി എന്ന് പറയുന്ന സ്റ്റേജിൽ എന്ത് ബേസിസിലാണ് അവര് ആ സെൽഫ് ആ ഒരു ഏജിൽ എത്തുമ്പോൾ എന്ത് ബേസിസിലാണ് സെൽഫ് കോൺഫ്ലിക്റ്റഡ് ആവുന്നത്, കൺഫ്യൂസ്ഡ് ആവുന്നതെന്നാണ് ചോദിക്കുന്നത്. എക്സ്പ്ലോറിംഗ് റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ടേക്കിംഗ് അപ്പ്. എന്തൊക്കെയോ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കണം, എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള കൺഫ്യൂഷൻസ് ആണോ? അച്ചീവിംഗ് എ സെൻസ് ഓഫ് ഐഡന്റിറ്റി, സ്വന്തം ഐഡന്റിറ്റി ഡിസ്കവർ ചെയ്യാൻ പറ്റാതെ കിടന്ന് കൺഫ്യൂസ്ഡ് ആവുന്നതാണോ? അടുത്തത് അച്ചീവിംഗ് ഇന്റിമസി ഇൻ റിലേഷൻഷിപ്പ്, ഏതെങ്കിലും ഒരു റിലേഷൻസ് ഫോർമുലേറ്റ് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ട് നേരിടുന്നതാണോ? അതേപോലെ തന്നെ ഓപ്ഷൻ ഡി എന്താണ്, അച്ചീവിംഗ് കോമ്പീറ്റൻസ് ആൻഡ് മാസ്റ്ററിംഗ് സ്കിൽസ്, ഓരോ സ്കില്ലുകളിൽ അല്ലെങ്കിൽ ഓരോ പ്രവൃത്തി ഏരിയകളിൽ നമ്മൾ സ്കിൽഡ് ആവുക, മെച്ചപ്പെടാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതിനെ പറ്റിയുള്ള കൺഫ്യൂഷൻസ് ആണോ എന്നുള്ളതാണ് ഓപ്ഷൻസ് ആയി വന്നിട്ടുള്ളത്. നിങ്ങൾ ഓപ്ഷൻസ് ഒന്നും കൂടി നോക്കാം. കറക്റ്റ് ആൻസർ മനസ്സിൽ വെച്ചോളൂ. എന്താണെന്ന് നോക്കാം. കറക്റ്റ് ആൻസർ ഇസ് അച്ചീവിംഗ് കോമ്പീറ്റൻസ് ആൻഡ് മാസ്റ്ററിംഗ് സ്കിൽസ്. ദിസ് സ്റ്റേജ് focuses on developing a sense of competence and achievement in their abilities. ഓരോ കുട്ടികളിലും ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന എബിലിറ്റീസിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് 6 മുതൽ 12 ഏജിൽ വരുന്ന ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിൽ സൈക്കോസോഷ്യൽ ഡെവലപ്മെന്റ് കോൺസെപ്റ്റിൽ ആര് പറഞ്ഞിട്ടുള്ളത്? എറിക്സൺ പറഞ്ഞിട്ടുള്ളത്. Coming on to the next question, adolescence is a period of storm and stress which indicates dash. Adolescence എന്ന് പറയുന്നത് ഒരുപാട് ചുഴലിക്കാറ്റോ അല്ലെങ്കിൽ ഒരു വലിയ ഒരു ദുരന്തം നടക്കുന്നത് പോലെയുള്ള നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് നടക്കുന്ന പോലെയുള്ള സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു പീരീഡ് ആണ് adolescence എന്ന് പറയാൻ കാരണം എന്താണ്? ഓക്കെ, ഇമോഷണൽ ഡിറ്റാച്ച്മെന്റ്. ഈ അഡോളസെന്റ് പീരീഡിൽ എത്തുമ്പോഴാണോ ഇമോഷണലി കുട്ടികൾ ഡിറ്റാച്ച്ഡ് ആവുന്നത്? അതുകൊണ്ടാണോ നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത്? കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിൽ വരുന്ന വ്യത്യാസങ്ങൾ കൊണ്ടാണോ? ചാലഞ്ചസ് ആൻഡ് ടേർമോയിൽ, അഡോളസെന്റ് ടൈമിൽ അവർ അനുഭവിച്ചു പോകുന്ന ചാലഞ്ചസ് ആൻഡ് ടേർമോയിൽ കൊണ്ടാണോ നമ്മൾ ഇങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കുന്നത്? അതോ ഇമോഷണൽ ഡെവലപ്മെന്റൽ ചേഞ്ചസിന്റെ ഭാഗമായാണോ നമ്മൾക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കേണ്ടി വരുന്നത്? ഓക്കെ, കറക്റ്റ് ആൻസർ എന്താണ്? ചാലഞ്ചസ് ആൻഡ് ടർമോയിൽ. അഡോളസൻസ് ടൈമിൽ ഒരുപാട് ചാലഞ്ചസ്, സെൽഫ് ഐഡന്റിറ്റി ഡിസ്കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പല ശ്രമങ്ങളും നടന്നു പോകുന്നതിനൊപ്പം തന്നെ പലതരത്തിലുള്ള ഡിഫിക്കൽട്ടീസ്, ഇമോഷണൽ സ്ട്രഗിൾസും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ ആരാണ്? ജി സ്റ്റാൻലി ഹാൾ എന്ന് പറയുന്ന ആളാണ് എന്ത് ചെയ്തിട്ടുള്ളത്? അഡോളസൻസ് എന്ന് പറയുന്നത് ഒരു സ്റ്റോം ആൻഡ് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു പീരീഡ് ഓഫ് കാലഘട്ടമാണെന്ന് പറഞ്ഞിട്ടുള്ളത്. ദ ഫ്രേസ് സ്റ്റോം ആൻഡ് സ്ട്രെസ് കോയിൻഡ് ബൈ ജി സ്റ്റാൻലി ഹാൾ characterize adolescence as a time of emotional upheaval, conflict and challenges as teenagers navigate their developing identities, social relationship and independence. പല രീതിയിൽ അവർ മുന്നോട്ട് കുതിക്കുന്ന സമയത്ത് പലതരത്തിലുള്ള ചാലഞ്ചസ് അവർ നേരിടുന്നു. അതുകൊണ്ട് തന്നെ ആണ് എന്ത് ഹാള് സ്റ്റോം ആൻഡ് സ്ട്രെസ് എന്ന് പറയുന്ന ഒരു വാക്ക് അഡോളസൻസിന് കൊടുത്തിട്ടുള്ളത്. This period is often marked by mood swings, conflict with parents and stress related to peer relations, all contributing to the notion of during
അഡോളസൻസ്. എന്താണ് ഈ ടേമോയിൽ പീരീഡിൽ നിങ്ങൾ അഡോളസൻസ് നിങ്ങൾക്ക് തന്നെ ഒരു കുട്ടി ഉണ്ടെങ്കിൽ, അഡോളസൻസ് ഏജിലുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും അല്ലേ, പലതരത്തിലുള്ള പാരന്റൽ സ്ട്രഗിൾസും പാരന്റൽ കോൺഫ്ലിക്ട്സും ഇടിയും പിടിയും ഒക്കെ വരുന്ന ഒരു ഏജാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മൾ സ്ട്രോം ആൻഡ് സ്ട്രെസ് എന്ന് പറയുന്നൊരു ടേം കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ can a teacher leader could enhance positive culture in school? ഒരു സ്കൂളിൽ ഒരു നല്ല രീതിയിലുള്ള കൾച്ചറൽ എൻവയോൺമെന്റ് ഒരു ടീച്ചറിനെ എങ്ങനെ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് ചോദ്യം. ബൈ പ്രൊമോട്ടിംഗ് കോമ്പറ്റീഷൻ among സ്റ്റുഡൻസിന്റെ ഇടയിൽ, കുട്ടികൾക്കിടയിൽ കോമ്പറ്റീഷൻ കൂട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു പോസിറ്റീവ് എൻവയോൺമെന്റ് സ്കൂളിന് ലഭിക്കും. രണ്ടാമത്തെ ഓപ്ഷൻ, ഇഗ്നോറിംഗ് ദ ഇമ്പാക്ട് ഓഫ് ടീച്ചിങ് പ്രാക്ടീസസ് ഓൺ സ്റ്റുഡൻറ് ലേണിംഗ്. എന്താണ്, നമ്മളുടെ ടീച്ചിങ് സ്റ്റൈലുകളോ അല്ലെങ്കിൽ നമ്മൾ മാറ്റിക്കൊണ്ടുവരേണ്ട അല്ലെങ്കിൽ ചേഞ്ചസ് കൊണ്ടുവരേണ്ട ടീച്ചിങ് പ്രാക്ടീസസ് ഒന്നും നമ്മളുടെ കുട്ടികളിൽ ബാധിക്കില്ല എന്നുള്ളതാണോ, അതൊക്കെ നമ്മൾ ഇഗ്നോർ ചെയ്യണം എന്നുള്ളതാണോ? മൂന്നാമത്തത്, ഐസൊലേറ്റ് ലോ അച്ചീവേഴ്സ് ഫ്രം കോമൺ സ്കൂൾ ഇവന്റ്സ്. എന്താണ്, പൊതുവെ അക്കാഡമിക്സിലോ അല്ലെങ്കിൽ മൊത്തത്തിൽ പുറകിലോട്ട് നിൽക്കുന്ന കുട്ടികളെ മറ്റ് ഇവന്റ്സിലും, സ്കൂളിൽ എന്ത് പരിപാടി നടത്തോട്ടെ ആ പരിപാടിയിൽ നിന്നൊക്കെ അവരെ ഒഴിവാക്കി കഴിഞ്ഞാൽ പോസിറ്റീവ് കൾച്ചറൽ എൻവയോൺമെന്റ് ആണോ സ്കൂളിൽ ലഭിക്കുക? ബൈ മോഡലിംഗ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിഹേവിയർ. നമ്മൾ ടീച്ചർ തന്നെ ഒരു നല്ല ആറ്റിറ്റ്യൂഡ്, നല്ലൊരു പെരുമാറ്റ രീതി കാഴ്ചവെച്ചാലാണോ ഒരു പോസിറ്റീവ് കൾച്ചറൽ എൻവയോൺമെന്റ് സ്കൂളിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഓപ്ഷൻസ് ആയി വന്നിട്ടുള്ളത്. കീപ്പ് ഇൻ യുവർ മൈൻഡ്. ആക്ച്വലി ഈ ഓപ്ഷൻസ് ഒക്കെ വളരെ ഈസിയാണ് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കറക്റ്റ് ആൻസർ ഇസ് ബൈ മോഡലിംഗ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിഹേവിയർ. ഒരിക്കലും നമ്മൾ കുട്ടികൾക്കിടയിൽ ഒരുപാട് കോമ്പറ്റീഷൻ, ഒരു സർട്ടൻ ലിമിറ്റ് ഓഫ് കോമ്പറ്റീഷൻ കുട്ടികൾക്ക് ഉണ്ടായാലാണ് ഒരു അക്കാഡമിക് മോട്ടിവേഷൻ ഒക്കെ ഉണ്ടാവുക. സോ ഓപ്ഷൻ എയില് ഒരു പരിധിവരെ ശരിയാണെങ്കിൽ അത് എക്സ്ട്രീം ആയി കഴിഞ്ഞാൽ അത് കുട്ടികൾക്കിടയിൽ വളരെയധികം പ്രശ്നങ്ങളാണ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവുക. രണ്ടാമത് പറഞ്ഞ നമ്മുടെ ടീച്ചിങ് നമ്മൾ എങ്ങനെ പഠിപ്പിക്കുന്നു എന്നുള്ളത് ഒരിക്കലും കുട്ടീനെ ബാധിക്കില്ല, അല്ലെങ്കിൽ അതിനെ നമ്മൾ ഇഗ്നോർ ചെയ്യുന്നത് പറയുന്നതും ഒരു തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. മൂന്നാമത്തത് പറഞ്ഞത് എന്താണ്, ലോ അച്ചീവേഴ്സ്, പഠനത്തിൽ പുറകിൽ നിൽക്കുന്നവരെ ഒഴിവാക്കി വിടുക, അവരെ നെഗ്ലക്ട് ചെയ്ത് വിടുക എന്നുള്ളതാണ് മൂന്നാമത്തെ ഓപ്ഷൻ. അതും ഒരിക്കലും നല്ലൊരു രീതിയല്ല. നാലാമത്തതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. A teacher leader fosters a positive school culture through their behavior and attitudes, encouraging a supportive environment for both students and staff. ഒരു ടീച്ചർ സ്വന്തം പെരുമാറ്റത്തിൽ തന്നെ ഒരു മാറ്റങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് കുട്ടികളിൽ മാത്രമല്ല അത് റിഫ്ലക്റ്റ് ചെയ്യപ്പെടുക, അത് പോരാത്തതിന് മറ്റ് സ്റ്റാഫുകൾക്കും ഈ ഒരു കൾച്ചർ അല്ലെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തു പോകുന്ന ബിഹേവിയർ ഇൻഫ്ലുവൻസ്ഡ് ആകും. Coming on to the next question. Previously conditioned response decrease in frequency and eventually disappears. It is known as dash. എന്താണ്, ഒരു മുന്നേ പഠിച്ചെടുത്ത പെരുമാറ്റം പതിയെ കുറഞ്ഞു വന്ന് മാനു പോകുന്ന ആ സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രവർത്തന രീതിയെ, പ്രൊസീജിയറിനെ നമ്മൾ എന്ത് വിളിക്കും? ടൈപ്പ് 1 കണ്ടീഷനിങ് എന്നാണോ, ടൈപ്പ് 2 കണ്ടീഷനിങ് എന്നാണോ, എക്സ്റ്റൻഷൻ എന്നാണോ, ജനറലൈസേഷൻ എന്നാണോ? നോക്കാം, ആൻസർ നോക്കിയാലോ. കറക്റ്റ് ആൻസർ ഇസ് എക്സ്റ്റൻഷൻ. നമ്മളുടെ ആരുടെ തിയറിയിലാണ് ഈ എക്സ്റ്റൻഷൻ കോൺസെപ്റ്റ് വരുന്നത്? ക്ലാസിക്കൽ കണ്ടീഷനിങ് അല്ലെ. ഇവാൻ പാവ്ലോ പറഞ്ഞിട്ടുള്ള ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറിയിലാണ് എന്ത് പറയുന്നത്, നമ്മൾ എന്താണ് ഒരു പരിധിക്കപ്പുറം റീഇൻഫോഴ്സ്മെന്റ് ഫാക്ടർ ആയിട്ടുള്ള എന്തെങ്കിലും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പഠിച്ച ബിഹേവിയർ എന്ത് ചെയ്യാം, ഒരു വ്യക്തിയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഓർഗാനിസത്തിൽ നിന്നോ മാനു പോകാമെന്ന് പറഞ്ഞത്. ഇൻ ക്ലാസിക്കൽ കണ്ടീഷനിങ്, extension occurs when a conditioned response is no longer reinforced, leading to decrease in the response over time. ഒരു സമയപരിധിക്ക് ശേഷം നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് അല്ലെങ്കിൽ റിവാർഡ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ച ബിഹേവിയർ മാനു പോകാനുള്ള അല്ലെങ്കിൽ മറന്നു പോകാനുള്ള ഒരു സാധ്യത ഏറെയാണ്. ആ പ്രൊസീജിയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സ്റ്റിങ്ഷൻ. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. അക്കോർഡിംഗ് ടു കോൾബർഗ് തിയറി, മോറൽ ഡെവലപ്മെന്റ് ഇസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഡാഷ്. എന്താണ് മോറൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ നമ്മുടെ മൊറാലിറ്റി, തെറ്റ് ഏത് ശരി ഏത് എന്ന് തീരുമാനിക്കുന്ന അതിനെ പറ്റിയുള്ള ഒരു ധാരണ കൊണ്ടുവരുന്നതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്താണെന്നാണ് ചോദിക്കുന്നത്. ആരുടെ തിയറി പ്രകാരം? കോൾബർഗ് എന്ന് പറയുന്ന ആളുടെ തിയറി പ്രകാരം. ഫസ്റ്റ് ഓപ്ഷൻ ഇസ്
ജനറ്റിക് ഫാക്ടേഴ്സ് ഓൺലി. നമ്മളുടെ ഹെറിഡിറ്ററി ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ പേരൻസിൽ നിന്ന് മാത്രമാണ് തെറ്റ് ശരി എന്നുള്ള ഒരു എന്താകണം എങ്ങനെയാകണം എന്നുള്ളതിനെ പറ്റി ധാരണ ഉണ്ടാവുന്നതെന്നാണ് ഫസ്റ്റ് ഓപ്ഷൻ. ജനറ്റിക് ഫാക്ടേഴ്സ് മാത്രമാണോ? സെക്കൻഡ് വൺ ഇസ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. നമ്മുടെ ചുറ്റുപാടാണോ ഇതിനെ തീരുമാനിക്കുന്നത്? ഓപ്ഷൻ സി ഇസ് ബോത്ത് കൾച്ചറൽ ആൻഡ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. കൾച്ചറും ആസ് വെൽ ആസ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓപ്ഷൻ ഡി ഇസ് ബോത്ത് എൻവയോൺമെന്റൽ ആൻഡ് ജനറ്റിക് ഫാക്ടേഴ്സ്. ഹെറിഡിറ്ററി ആയിട്ട് പേരൻസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന കുറച്ച് ക്വാളിറ്റീസ് ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മളുടെ സറൗണ്ടിങ്, നമ്മൾ ജീവിച്ചു വരുന്ന സാഹചര്യങ്ങൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും, നമ്മളെ മൊറാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നുള്ളത്. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് നോക്കാം. സോ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഇതിലെ ആൻസർ തെറ്റാണ്. നിങ്ങൾ നോക്കുക, ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത്. ചുറ്റുപാടും അതേപോലെ തന്നെ നമ്മുടെ ജനറ്റിക്കായി നമുക്ക് ഹെറിഡിറ്ററി ആയിട്ട് കിട്ടുന്ന വാല്യൂസും നമ്മുടെ മൊറാലിറ്റീനെ തീരുമാനിക്കും എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. നമുക്ക് ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. അക്കോർഡിംഗ് ടു കോൾബർഗ് തിയറി മോറൽ ഡെവലപ്മെന്റ് ഇസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഡാഷ്. എന്താണ് നമ്മുടെ മൊറാലിറ്റി, തെറ്റ് ചെയ്ത് ശരി ചെയ്ത് എന്നുള്ളതിനെ പറ്റി നമ്മളുടെ ധാരണ ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓക്കെ, അത് കോൾബർഗ് തിയറിയുടെ അനുസരിച്ച് തിയറി പ്രകാരം ഏതാണെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ജനറ്റിക് ഫാക്ടേഴ്സ് ഓൺലി. ഒരാളുടെ ഹെറിഡിറ്ററി പേരൻസിൽ നിന്ന് മാറി മാറി വരുന്ന ക്വാളിറ്റീസ് ആണോ മൊറാലിറ്റീനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്? നെക്സ്റ്റ് ഓപ്ഷൻ ഇസ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഓൺലി. എന്താണ് ചുറ്റുപാട് മാത്രമാണ് നമ്മളുടെ മൊറാലിറ്റീനെ തീരുമാനിക്കുന്നത്. മൂന്നാമത്തെ ഓപ്ഷൻ ബോത്ത് കൾച്ചറൽ ആൻഡ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. കൾച്ചർ, നമ്മൾ ജീവിച്ചു വരുന്ന നമ്മളുടെ സാഹചര്യത്തിൽ, കേരളത്തിലാണെങ്കിൽ കേരളത്തിന്റെ കൾച്ചറും ബാക്കിയുള്ള ചുറ്റുപാടുമാണോ നമ്മുടെ മൊറാലിറ്റീനെ തീരുമാനിക്കുന്നത്? ആൻഡ് ഓപ്ഷൻ ഡി ഇസ് ബോത്ത് എൻവയോൺമെന്റൽ ആൻഡ് ജനറ്റിക് ഫാക്ടേഴ്സ്. എന്താണ് നമ്മുടെ ചുറ്റുപാടും അതേപോലെ തന്നെ നമുക്ക് പാരൻസിൽ നിന്നും ഹെറിഡിറ്ററി ആയി ലഭിക്കുന്ന ഫാക്ടേഴ്സും കൂടി രണ്ടും കൂടി ഒത്തുചേർന്നാണോ നമ്മുടെ മൊറാലിറ്റീനെ തീരുമാനിക്കുന്നത്? കറക്റ്റ് ആൻസർ ഇസ് ബോത്ത് എൻവയോൺമെന്റൽ ആൻഡ് ജനറ്റിക് ഫാക്ടേഴ്സ്. എന്താണ് നമ്മുടെ ചുറ്റുപാടും അതേപോലെ തന്നെ എന്താണ് നമ്മൾക്ക് പേരൻസിൽ നിന്നും ഹെറിഡിറ്ററി ആയിട്ടും കിട്ടുന്ന ക്വാളിറ്റീസും എന്ത് ചെയ്യും? നമ്മൾ തീരുമാനിക്കുന്നത്, നമ്മളുടെ മൊറാലിറ്റി രൂപീകരിക്കുന്നതിൽ ഇൻഫ്ലുവൻസ് ചെയ്യും. നമ്മളുടെ ശരി ഏത് തെറ്റ് ഏതെന്ന് തീരുമാനിക്കുന്നതിൽ ബോത്ത് environment factors and genetic factors influence ചെയ്യും. Kohlberg stages of moral development considers how both environmental and genetic factors influence an individual's moral reasoning. Moral reasoningനെ എങ്ങനെ ഇത് രണ്ടും, ഈ രണ്ട് ഫാക്ടേഴ്സും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന് ഓൾബർഗിന്റെ തിയറി അനലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. Heightened sensitivity to social evaluation of adolescence is known as dash. എന്താണ് മറ്റുള്ളവർ നമ്മളെ നോക്കുന്നുവോ അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ ഇവാലുവേറ്റ് ചെയ്യുവാണോ എന്നുള്ള സെൻസിറ്റിവിറ്റി, ഹൈ സെൻസിറ്റിവിറ്റി ഇഷ്യൂനെ, അഡോളസൻസിൽ കാണപ്പെടുന്ന ഈ സെൻസിറ്റീവ് ഇഷ്യൂസിനെ നമ്മൾ എന്ത് വിളിക്കുമെന്നാണ് ചോദിക്കുന്നത്. പിയർ പ്രഷർ എന്നാണോ, പേഴ്സൺ പെർസെപ്ഷൻ എന്നാണോ, സോഷ്യൽ കൺഫോമിറ്റി എന്നാണോ, അതോ ഇമാജിനറി ഓഡിയൻസ് എന്നാണോ എന്നുള്ളതാണ് ഓപ്ഷൻ വന്നിട്ടുള്ളത്. എന്താണെന്ന് നമുക്ക് ആൻസർ നോക്കാം. കറക്റ്റ് ആൻസർ ഇസ് ഇമാജിനറി ഓഡിയൻസ്. എന്താണ് സോഷ്യൽ ഇവാലുവേഷൻ, മറ്റുള്ളവർ നമ്മളെ നോക്കുവാണോ അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ പറ്റി എന്തെല്ലാമോ ജഡ്ജ്മെന്റ്സ് പറയുവാണോ എന്ന് നമ്മളുടെ കൺഫ്യൂഷൻസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരുപാട് ആലോചിക്കുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ്, അഡോളസൻസിൽ കാണുന്ന ഈ ഒരു ട്രെൻഡിനെ വിളിക്കുന്ന പേരാണ് ഇമാജിനറി ഓഡിയൻസ്. The imaginary audience refers to the adolescent's belief that they are the focus of everyone else attention and scrutiny, leading to the increased sensitivity of social evaluation. എല്ലാവരുടെയും അറ്റൻഷൻ നമ്മളുടെ മുകളിലേക്കാണെന്ന് തോന്നുന്ന ആ ഫീലിങ്ങിനെയാണ് ഇമാജിനറി ഓഡിയൻസ് എന്ന് പറയുന്നത്. ഇത് ആരായിരുന്നു പ്രപ്പോസ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡേവിഡ് എൽക്കന്റ് ആയിരുന്നു ഈ ഒരു കോൺസെപ്റ്റ്, അഡോളസൻസിൽ വരുന്ന ഈ കോൺസെപ്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്ത്. ഇമാജിനറി ഓഡിയൻസിന്റെ കൂടെ തന്നെ ഡേവിഡ് എൽക്കന്റ് എന്ത് പറഞ്ഞിട്ടുണ്ട്? പേഴ്സണൽ ഫേബിൾ എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. പേഴ്സണൽ ഫേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇമാജിനറി ആയിട്ട് നമ്മളെ പറ്റിയിട്ട് അല്ലെങ്കിൽ നമ്മളുടെ പല കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സ്റ്റോറി, ഫെയറി ടെയിൽ സ്റ്റോറീസ് ആണ് പേഴ്സണൽ ഫേബിൾസ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ.
According to the Persons with Disabilities Act, what percentage of reservation is typically provided for person with disabilities in educational institution? Disabilities ഉള്ള പലതരത്തിലുള്ള വൈകല്യങ്ങൾ നേരിടുന്ന വ്യക്തികൾക്ക് എന്തെല്ലാം എത്ര ശതമാനത്തോളം ആനുകൂല്യങ്ങൾ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ചോദ്യം. 3%, 5%, 7%, അതേപോലെ തന്നെ 10% എന്നുള്ളതാണ് ഓപ്ഷൻസ്. എന്താണ്? ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണല്ലേ. കറക്റ്റ് ആൻസർ ഇസ് 7%, അഥവാ 7% കറക്റ്റ് ആൻസർ വരുന്നത്. ഇൻ ഇന്ത്യ, ദ പേഴ്സൺസ് വിത്ത് Disabilities Act typically provides for a 7% of reservation in educational institutions for person with disabilities. ഏതെങ്കിലും തരത്തിലുള്ള ഡിസബിലിറ്റീസ് ഉള്ള വൈകല്യങ്ങൾ നേരിടുന്ന വ്യക്തികൾക്ക് 7% റിസർവേഷൻ അല്ലെങ്കിൽ ആനുകൂല്യ പരിഗണന കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അക്കോർഡിംഗ് ടു ഇന്ത്യയിലെ കൾച്ചർ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഡിസബിലിറ്റീസ് ആക്ട് പ്രകാരമാണ് ഇത് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ടീച്ചർ a reflective practitioner means dash. എന്താണ്? ടീച്ചർ ഒരു റിഫ്ലക്റ്റീവ് പ്രാക്ടീഷണർ ആണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്നാണ് ചോദിക്കുന്നത്. ഈ ടീച്ചർ ഹു ക്രിട്ടിക്കലി എക്സാമിൻ ഹിസ് ഓർ ഹർ ഹെർസെൽഫ് ആൻഡ് ഇംപ്രൂവ്സ് ടീച്ചിങ്. സ്വന്തം ടീച്ചിങ്ങിനെ പറ്റി ഇവാലുവേറ്റ് ചെയ്ത് മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ടീച്ചറിനെയാണ് നമ്മൾ റിഫ്ലക്റ്റീവ് ടീച്ചർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റിഫ്ലക്റ്റീവ് പ്രാക്ടീഷണർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്? എ ടീച്ചർ ഹു കെയർസ് ഹിസ് ഓർ ഹർ ചിൽഡ്രൻ. കുട്ടികളെ ഒരുപാട് അധികം നല്ല രീതിയിൽ കെയർ ചെയ്യുന്ന ടീച്ചേഴ്സിനെയാണ് നമ്മൾ റിഫ്ലക്റ്റീവ് പ്രാക്ടീഷണർ എന്ന് വിളിക്കുക. അതാണോ? ഇനി മൂന്നാമത്തെ ഓപ്ഷൻ എ ടീച്ചർ ഹു ക്രിട്ടിക്കലി ഇവാലുവേറ്റ് സ്റ്റുഡൻസ് ആൻഡ് മേക്ക് കമന്റ്സ്. എന്താണ്? കുട്ടികളെ ക്രിട്ടിക്കലായിട്ട് വളരെ ചൂഷണം ചെയ്യുന്ന രീതിയിലൊക്കെ വേണമെങ്കിൽ പറയാം. അത്തരത്തിൽ ഒരുപാട് കുട്ടികളെ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് റിഫ്ലക്റ്റീവ് പ്രാക്ടീഷണർ ആയിട്ടുള്ള ടീച്ചേഴ്സ് എന്നാണോ? ഇനി ഓപ്ഷൻ ഡി, എ ടീച്ചർ ഹു ക്രിട്ടിക്കലി ഇവാലുവേറ്റ്സ് അതർ ടീച്ചേഴ്സ് ആൻഡ് മേക്ക് സജഷൻസ്. മറ്റു ടീച്ചേഴ്സിന്റെ സ്റ്റൈലുകളെ പറ്റിയൊക്കെ ഓവറായിട്ട് അനലൈസ് ചെയ്യുന്ന ടീച്ചേഴ്സ് ആണോ ഈ റിഫ്ലക്റ്റീവ് പ്രാക്ടീഷണർ എന്നുള്ളതാണ് ഓപ്ഷൻസ് വരുന്നത്. നിങ്ങളൊന്ന് ജസ്റ്റ് ഈ ഒരു റിഫ്ലക്റ്റീവ് പ്രാക്ടീഷണർ അല്ലെങ്കിൽ ആ ഒരു ടെർമിനോളജി ആലോചിച്ച് കഴിഞ്ഞാൽ തന്നെ ഈ ഓപ്ഷൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈസി ആയിട്ട് ആൻസേഴ്സ് കിട്ടും. എന്തായാലും നമുക്ക് നോക്കിയാലോ. കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ, ടീച്ചർ ഹു ക്രിട്ടിക്കലി എക്സാമിൻ ഹിസ് ഓർ ഹെർസെൽഫ് ആൻഡ് ഇംപ്രൂവ്സ് ടീച്ചിങ്. സ്വന്തം ടീച്ചിങ് മെത്തേഡ്സിനെ സ്വയം അനലൈസ് ചെയ്തുകൊണ്ട് അതിലെന്തെങ്കിലും പാകപ്പിഴവുകൾ പറ്റുന്നുണ്ടെങ്കിൽ അതിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ടീച്ചേഴ്സിനെയാണ് നമ്മൾ റിഫ്ലക്റ്റീവ് പ്രാക്ടീഷണർ എന്ന് വിളിക്കുന്നത്. സ്വന്തം റിഫ്ലക്റ്റ് ചെയ്യുന്നവർ. Reflective practitioner analyze their teaching methods and effectiveness leading to continuous improvement in their practice. സ്വയം മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ടീച്ചേഴ്സിനെയാണ് റിഫ്ലക്റ്റീവ് പ്രാക്ടീഷണേഴ്സ് എന്ന് വിളിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, select the term for unlawful behaviors by minors, usually those between the ages of 10 and 17. 10 വയസ്സിനും 17 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾ അല്ലെങ്കിൽ വ്യക്തികൾ ചെയ്യുന്ന ക്രിമിനൽ ആക്ടുകളെ നമ്മൾ എന്ത് വിളിക്കും? ആ ഒരു ട്രെൻഡിനെ നമ്മൾ എന്ത് വിളിക്കുമെന്നാണ് ചോദിക്കുന്നത്. യൂത്ത് മിസ്കണ്ടക്ട് എന്നാണോ, അഡോളസൻസ് ട്രാൻസ്ഗ്രഷൻസ് എന്നാണോ, യൂത്ത് അബ്യൂസ് എന്നാണോ, ജുവനൈൽ ഡെലിക്കൻസി എന്നാണോ എന്നുള്ളതാണ് ഓപ്ഷൻസ് വന്നിട്ടുള്ളത്. എന്താണ് 10ന്റെയും 17 വയസ്സിൻ്റെ ഇടയിൽ എന്തെങ്കിലും ക്രിമിനൽ ആക്ട്സുകൾ അല്ലെങ്കിൽ തെറ്റായ ലോകൾക്ക് എതിരെയായി സഞ്ചരിക്കുന്ന കുട്ടികളെ എന്ത് വിളിക്കും? Correct answer is juvenile delinquency. Juvenile delinquency refers to the illegal actions committed by minors, typically defined as the individuals under the age of 18. എന്താണ്? 18 വയസ്സിന് താഴെയുള്ള വ്യക്തികൾ അല്ലെങ്കിൽ കുട്ടികൾ ചെയ്യുന്ന ക്രിമിനൽ ആക്ട്സ് അല്ലെങ്കിൽ നിയമത്തിനെതിരെ സഞ്ചരിക്കുന്ന കുട്ടികളെ വിളിക്കുന്ന പേരാണ് എന്ത്? ജുവനൈൽ ഡെലിക്വൻസി എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കിയാലോ. സെലക്ട് ദ ടേം used by Jerome S. Berner to describe the process of transforming informations to mental representations. എന്താണ്? നമ്മൾക്ക് ചുറ്റുപാടിൽ നിന്നും പലതരം ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ട് അല്ലേ? അത് ഒരു മെന്റൽ കോൺസെപ്റ്റ് അല്ലെങ്കിൽ മെന്റൽ ഫ്രെയിംവർക്ക് പോലെ രൂപീകരിക്കുന്ന ആ പ്രോസസ്സിനെ എന്താണ് വിളിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ആര് പ്രകാരം? ബ്രണറിന്റെ കോൺസെപ്റ്റ് പ്രകാരം. സ്കഫോൾഡിംഗ് എന്നാണോ, ഡിസ്കവറി ലേണിംഗ് എന്നാണോ, എൻകോഡിംഗ് എന്നാണോ, അതോ സ്പൈറലിംഗ് എന്നാണോ എന്നാണ്
ചോദ്യത്തിലെ ഓപ്ഷൻസ് ആയിട്ട് വന്നിട്ടുള്ളത്. കറക്റ്റ് ആൻസർ നോക്കിയാലോ? കറക്റ്റ് ആൻസർ ഇസ് എൻകോഡിംഗ്. നമ്മൾക്ക് ലഭിക്കുന്ന ഓരോ ഇൻഫർമേഷൻ നമ്മുടെ ചുറ്റുപാടിൽ നിന്നും പലതരത്തിലൂടെ, മേ ബി കാഴ്ചയിലൂടെ ആയിരിക്കാം, ചിലപ്പോൾ ഓഡിറ്ററി ആയിട്ടായിരിക്കാം, നമുക്ക് ടേസ്റ്റ് ആയിട്ടായിരിക്കാം, പല സ്റ്റിമുലസുകൾ നമ്മൾക്ക് ഇൻഫർമേഷനായി ലഭിക്കുമ്പോൾ അതിനെ ഒരു മെന്റൽ ഫ്രെയിംവർക്കായി മെമ്മറിയിലേക്ക് സൂക്ഷിക്കുന്ന ആ പ്രോസസ്സിനെ നമ്മൾ എൻകോഡിംഗ് എന്നാണ് വിളിക്കുന്നത്. Encoding refers to the process of converting information into the form that can be stored into the brain and later recalled. Bronner emphasized the importance of representation in learning. ഇതുപോലെ നമ്മൾക്ക് കിട്ടുന്ന ഇൻഫർമേഷനെ ഒരു മെന്റൽ മാപ്പ് പോലെ അല്ലെങ്കിൽ മെന്റൽ ഫ്രെയിംവർക്ക് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ആര് കൊടുത്തിട്ടുണ്ട്? ബ്രോണർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എന്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴും ഏതൊരു ലേണിംഗ് പ്രോസസ്സിലും ഈ ഒരു കൺസെപ്റ്റ് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി ഷുഡ് ടീച്ചർ പൊസസ് ഇൻ ഗ്രേഡിംഗ് ആൻഡ് അസസ്മെന്റ്? കുട്ടികളെ ഇവാലുവേറ്റ് ചെയ്യും അല്ലെങ്കിൽ കുട്ടികളുടെ മാർക്സുകളെ, കുട്ടികളെ ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ടീച്ചേഴ്സ് ശ്രദ്ധിക്കേണ്ടത്, അധ്യാപകർ ശ്രദ്ധിക്കേണ്ടത്? മേക്ക് സബ്ജക്റ്റീവ് അസസ്മെന്റ് ഇൻ ഫേവർ ഓഫ് സം സ്റ്റുഡൻസ്. കുറച്ച് കുട്ടികളെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യണം? ഗ്രേഡിംഗ് സിസ്റ്റത്തിലേക്ക് പോകണം എന്നുള്ളതാണ് ഫസ്റ്റ് ഓപ്ഷൻ. മേക്ക് ഫെയർ ആൻഡ് ഒബ്ജക്റ്റീവ് അസസ്മെന്റ് ഓഫ് സ്റ്റുഡൻസ് വർക്ക്. ഓരോ കുട്ടിയും കാഴ്ചവെക്കുന്ന വർക്കിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ വർക്കിന്റെ മികവിനനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അവരുടെ മാർക്ക് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഗ്രേഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് രണ്ടാമത്തെ ഓപ്ഷൻ. മൂന്നാമത്തെ ഓപ്ഷൻ, ഇഗ്നോർ സ്റ്റുഡൻസ് ഇൻഡിവിജ്വൽ നീഡ്സ് ആൻഡ് പ്രിഫറൻസസ്. ഓരോ കുട്ടിയുടെയും ഓരോ വ്യക്തികൾക്കും മാത്രം അല്ലെങ്കിൽ ഓരോ സ്പെസിഫിക് കുട്ടികളുടെ സ്പെസിഫിക് ആയിട്ടുള്ള നീഡുകളെ ഇഗ്നോർ ചെയ്യുക എന്നുള്ളത് ആണ് മറ്റൊരു ഫാക്ടർ. നാലാമത്തത്, പ്രയോറിറ്റൈസ് സ്റ്റുഡൻസ് അക്കാഡമിക് അച്ചീവ്മെന്റ്സ് റാദർ ദാൻ പേഴ്സണൽ വെൽബീങ്. കുട്ടികളുടെ അക്കാഡമിക് അച്ചീവ്മെന്റ്സ് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്ത് വേണം ഒരു കുട്ടീൻ്റെ അസസ്മെന്റ് എടുക്കാൻ. നേരെ മറിച്ച് അവരുടെ മേ ബി സ്പോർട്സിൽ മികവുള്ളവരുണ്ടാവും, ബാക്കി കായിക മേഖലകളിൽ അവർ മികവുള്ളവരുണ്ടാവും. അതിനൊന്നും കൺസിഡർ ചെയ്യാതെ അക്കാഡമിക് അച്ചീവ്മെന്റ്സ് മാത്രമാണ് നോക്കേണ്ടത് എന്നുള്ളതാണ് ഓപ്ഷൻ. കറക്റ്റ് ആൻസർ ഇസ് മേക്ക് ഫെയർ ആൻഡ് ഒബ്ജക്റ്റീവ് അസസ്മെന്റ് ഓഫ് സ്റ്റുഡൻസ് വർക്ക്. ഓരോ കുട്ടിയും കാഴ്ചവെക്കുന്ന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഓരോ കുട്ടി കാഴ്ചവെക്കുന്ന വർക്ക്സിന്റെ ക്വാളിറ്റി അനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആ കുട്ടീനെ ഇവാലുവേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടത് എന്നുള്ളതാണ് ഉത്തരമായി വരുന്നത്. Teachers have the ethical responsibility to assess students' work fairly and objectively, ensuring that students are evaluated based on the same standards. ഒരു ക്ലാസ്സിൽ ഒരു 40 കുട്ടികളുണ്ടെങ്കിൽ ആ 40 കുട്ടികളെ ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്താണ്? ഒരു സെയിം കൺസെപ്റ്റിലായിരിക്കണം, വ്യത്യാസങ്ങൾ ഉണ്ടാവാൻ പാടില്ല. ഒബ്ജക്റ്റീവായിട്ട് വേണം അസസ്മെന്റ് ഏതൊരു ടീച്ചറും കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട്. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോയാലോ? New information interferes with the recall of previously learned information is called dash. എന്താണ്? പുതിയതായി പഠിക്കുന്ന ഓരോ കാര്യങ്ങൾ പഴയ കാര്യങ്ങളെ ഓർത്തെടുക്കുന്നതിൽ നിന്നും തടയിടുന്നുണ്ടെങ്കിൽ, നമ്മളെ ഹിൻഡർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ എന്ത് വിളിക്കുമെന്നാണ് ചോദ്യം വരുന്നത്. റെട്രോആക്റ്റീവ് ഇന്റർഫിറൻസ് എന്നാണോ, പ്രോ ആക്റ്റീവ് ഇന്റർഫിറൻസ് എന്നാണോ, റിഗ്രഷൻ എന്നാണോ, അംനേഷ്യ എന്നാണോ എന്നാണ് ചോദ്യം. നോക്കിയാലോ ഉത്തരം എന്താണെന്ന്? കറക്റ്റ് ആൻസർ ഇസ് റെട്രോആക്റ്റീവ് ഇന്റർഫിറൻസ്. ബാക്കിയുള്ള ഓപ്ഷൻസ് നമുക്ക് അനലൈസ് ചെയ്യാം. എന്തായാലും എക്സ്പ്ലനേഷൻ നോക്കാം. റെട്രോആക്റ്റീവ് ഇന്റർഫിറൻസ് occurs when new information makes it difficult to recall old information. This contrasts with the proactive interference where old information hinders the recall of new information. എന്താണ് റെട്രോആക്റ്റീവ് ഇന്റർഫിറൻസ് എന്ന് പറയുന്നത്? നിങ്ങൾക്ക് നമിത പ്രമോദിന്റെ ഒരു ഫിലിം ഉണ്ട്. നമിത പ്രമോദും വിനീത് ശ്രീനിവാസനും കൂടി അഭിനയിച്ച ഒരു ഫിലിം ഉണ്ട്. അതിൽ അവൾക്ക് ആക്സിഡന്റ് കഴിഞ്ഞതിന് ശേഷം അവളുടെ പഴയ കാര്യങ്ങളെ ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ്. ഓരോ പുതിയ ഇൻഫർമേഷൻ വരുന്തോറും അവൾക്ക് പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. അവിടെ റെട്രോആക്റ്റീവ് ഇന്റർഫിറൻസ് ആണ് നടന്നത്. സോ ബേസിക്കലി പുതിയ ഇൻഫർമേഷൻ ലഭിക്കുമ്പോൾ പഴയതിനെ മറന്നു പോകുന്നതിനെ നമ്മൾ റെട്രോആക്റ്റീവ് ഇന്റർഫിറൻസ് എന്ന് പറയും. ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് എന്ത്? നമ്മുടെ സെക്കൻഡ് ഓപ്ഷൻ ആയിട്ട് വന്നിട്ടുള്ള പ്രോ ആക്റ്റീവ് ഇന്റർഫിറൻസ്. പഴയ ഓർമ്മകൾ കാരണം പുതിയത് പഠിക്കാൻ വേണ്ടിയിട്ട്, പുതിയ കാര്യങ്ങളെ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുണ്ടാവുന്നതിനെയാണ് പ്രോ ആക്റ്റീവ് ഇന്റർഫിറൻസ് എന്ന് പറയുന്നത്. മറ്റ് രണ്ട് ഓപ്ഷൻസ് എന്താണ്?
റിഗ്രഷനും അംനേഷ്യയും. അംനേഷ്യ എന്ന് പറയുന്ന ഒരു ഡിസോർഡർ കണ്ടീഷനാണ്, മറവി രോഗത്തിനെയാണ് നമ്മൾ അംനേഷ്യ എന്ന് പറയുന്നത്. ആൻഡ് സി റിഗ്രഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ പഴയ കാലഘട്ടത്തിലുള്ള പെരുമാറ്റത്തിലേക്ക് നമ്മൾ പോകുന്ന ഒരു ട്രെൻഡിനെയാണ് റിഗ്രഷൻ എന്ന് പറയുന്നത്, അക്കോർഡിംഗ് ടു നമ്മുടെ ഫ്രോയിഡിനനുസരിച്ച്. സോ നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത് റെട്രോആക്റ്റീവ് ഇൻറ്റർഫറൻസ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. Select the term that describes the process through which adolescents develop a sense of identity by exploring various roles and possibilities. സ്വന്തം ഐഡന്റിറ്റീനെ ഡിസ്കവർ ചെയ്യുന്ന അഡോളസൻസിന്റെ ആ പ്രോസസ്സിനെ നമ്മൾ എന്ത് വിളിക്കുമെന്നാണ് ചോദിക്കുന്നത്. ഐഡന്റിറ്റി മൊറേറ്റോറിയം എന്നാണോ, ഐഡന്റിറ്റി ഡിഫ്യൂഷൻ എന്നാണോ, ഐഡന്റിറ്റി ഫോർക്ലോഷർ എന്നാണോ, അതോ ഐഡന്റിറ്റി ക്രൈസിസ് എന്നാണോ എന്നാണ് ഓപ്ഷൻ വന്നിട്ടുള്ളത്. സ്വന്തം സെൽഫ് ഐഡന്റിറ്റീനെ രൂപീകരിക്കുന്ന ആ പ്രോസസ്സിനെ നമ്മൾ എന്ത് വിളിക്കും? കറക്റ്റ് ആൻസർ ഇസ് ഐഡന്റിറ്റി മൊറേറ്റോറിയം. Identity moratorium refers to a period where individuals actively explore different identities and roles without making commitments, often seen in adolescence. എന്താണ്? സ്വന്തം വ്യക്തിത്വത്തെ രൂപീകരിക്കാൻ, നമ്മുടെ വ്യക്തിത്വം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ നടത്തുന്ന എക്സ്പ്ലോറേഷൻ പ്രോസസ്സിനെയാണ് ബേസിക്കലി ഐഡന്റിറ്റി മൊറേറ്റോറിയം എന്ന് പറയുന്നത്. ആ പര്യടനത്തിനെയാണ് ഐഡന്റിറ്റി മൊറേറ്റോറിയം എന്ന് പറയുന്നത്. Select the factors from the below list that is typically associated with increased vulnerability to substance use in students. ഓരോ കുട്ടികളിൽ സബ്സ്റ്റൻസ് യൂസ് അല്ലെങ്കിൽ ഡ്രഗ് അബ്യൂസിനൊക്കെ കാരണമാകുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, അതിൽ ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഒന്ന്, ലാക്ക് ഓഫ് കോപ്പിംഗ് സ്കിൽസ്. സ്വന്തമായിട്ട് സ്വന്തം കാര്യങ്ങളെ കോപ്പ് ചെയ്യാൻ, അഡ്ജസ്റ്റ് ചെയ്യാൻ, അഡാപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രശ്നമുള്ള കുട്ടികളിലാണോ സബ്സ്റ്റൻസ് അബ്യൂസിന് കൂടുതൽ ചാൻസ്. രണ്ടാമത്തത്, പിയർ പ്രഷേഴ്സ് വരുമ്പോഴാണോ, ഫ്രണ്ട്സിന്റെ പ്രഷർ കൂടുന്നതുകൊണ്ടാണോ. മൂന്നാമത്തത്, സ്ട്രോങ് അക്കാഡമിക് സപ്പോർട്ട്, നല്ല രീതിയിൽ അക്കാഡമിക് സപ്പോർട്ട് ലഭിക്കുന്നതുകൊണ്ടാണോ സബ്സ്റ്റൻസ് അബ്യൂസിലേക്ക് പോകുന്നത്. ഓപ്ഷൻ ഡി ഇസ് അക്കാഡമിക് സ്ട്രെസ് റെസ്പോൺസ്. എന്താണ്, നമ്മുടെ പഠനത്തിൽ വരുന്ന സ്ട്രെസ് കാരണമാണോ നമ്മൾ സബ്സ്റ്റൻസ് അബ്യൂസിലേക്ക് പോകുന്നത്. അടുത്ത ഓപ്ഷൻ എന്താണ്, സ്ട്രോങ് ഫാമിലി സപ്പോർട്ട്, നല്ല രീതിയിലുള്ള ഫാമിലി സപ്പോർട്ട് ലഭിക്കുമ്പോഴാണോ നമ്മൾ എന്ത് ചെയ്യുന്നത്, സബ്സ്റ്റൻസ് അബ്യൂസിലേക്ക് പോകുന്നുള്ളത്. സോ എ ടു ഇ ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് സബ്സ്റ്റൻസ് അബ്യൂസിന് കാരണമാകുന്നത്? ബി, സി ആൻഡ് ഇ ആണോ കറക്റ്റ്? എ, ബി ആൻഡ് ഡി ആണോ കറക്റ്റ്? എ, ബി, സി ആൻഡ് ഇ ആണോ കറക്റ്റ്? ബി, സി, ഡി ആൻഡ് ഇ ആണോ കറക്റ്റ് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? ബി, ഓപ്ഷൻ ബി ആണ് എന്ത് വരുന്നത്, കറക്റ്റ് ആൻസർ വരുന്നത്. എ, ബി ആൻഡ് ഡി ആണ് കറക്റ്റ് ആൻസേഴ്സ് ആയിട്ട് വരുന്നത്. നമുക്ക് എന്താണ്, സ്വന്തം കാര്യങ്ങളെ, സ്വന്തം ഇമോഷണൽ ആയിക്കോട്ടെ, സോഷ്യൽ കണക്ഷൻസ് ആയിക്കോട്ടെ, അതിനെയൊന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, കോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത്തരം കുട്ടികളിൽ അല്ലെങ്കിൽ അത്തരം സ്റ്റുഡൻസിൽ സബ്സ്റ്റൻസ് അബ്യൂസിലേക്ക് പോകാനുള്ള സാധ്യത ഏറെയാകുന്നു. രണ്ടാമത്തെ ഓപ്ഷൻ വന്നിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു? പിയർ പ്രഷർ. ഫ്രണ്ട്സുകൾ നമ്മളെ ഫോഴ്സ് ചെയ്യുന്ന സമയത്ത് സബ്സ്റ്റൻസ് അബ്യൂസിലേക്ക് പോകാനുള്ള സാധ്യത ഏറെയാണ്. ആൻഡ് ഓപ്ഷൻ ഡി എന്തായിരുന്നു? അക്കാഡമിക് സ്ട്രെസ് റെസ്പോൺസ്. സ്ട്രെസ് നമ്മുടെ അക്കാഡമിക്കിൽ നമ്മൾക്ക് പഠനത്തിൽ വളരെയധികം ബുദ്ധിമുട്ട്, സ്ട്രെസ്സുകൾ നമ്മൾ നേരിടുന്നുണ്ടെങ്കിൽ അത്തരം കുട്ടികൾക്കും എന്തിനേക്കുള്ള ചായ്വ് ഉണ്ടാകാം? ഡ്രഗ് അബ്യൂസിലേക്ക് പോകാനുള്ള ചായ്വ് ഉണ്ടാകാം. അതാണ് നമ്മളിവിടെ എക്സ്പ്ലനേഷനായി കൊടുത്തിട്ടുള്ളത്. ലാക്ക് ഓഫ് കോപ്പിംഗ് സ്കിൽസ്, പ്യുവർ പ്രഷർ, അക്കാഡമിക് സ്ട്രെസ് റെസ്പോൺസ് എല്ലാം കൂടി എന്ത് ചെയ്യും? സബ്സ്റ്റൻസ് അബ്യൂസിനെ ഹൈ റിസ്കിലേക്ക് കൊണ്ടുവരും. സ്ട്രോങ് അക്കാഡമിക് സപ്പോർട്ട് ആൻഡ് സ്ട്രോങ് ഫാമിലി സപ്പോർട്ട് ജനറലി ഡിക്രീസ് വൾനറബിലിറ്റി. നമ്മൾക്ക് നല്ല അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടും നല്ലൊരു ഫാമിലി സപ്പോർട്ട്, നല്ല ഒരു കുടുംബവും നമുക്ക് ഉണ്ടെങ്കിൽ ഇതിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യത കുറയ്ക്കുന്നു എന്നും കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. Select the statements which are suitable for establishing the concept of motivation. മോട്ടിവേഷനെ തെളിയിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ്, അല്ലെങ്കിൽ മോട്ടിവേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ അനുയോജ്യമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് എന്താണ്? ഫീഡ്ബാക്ക് ഓൾവേസ് ഹിൻഡേഴ്സ് മോട്ടിവേഷൻ. നമ്മൾക്ക് സെൽഫ് മോട്ടിവേഷൻ വരുന്നതിൽ ഫീഡ്ബാക്ക്, അഭിപ്രായങ്ങൾ ലഭിക്കുന്നത് മോട്ടിവേഷനെ കുറയ്ക്കുമെന്നാണ് പറയുന്നത്.
രണ്ടാമത്തത് ക്രിയേറ്റിവിറ്റി ഇസ് ദ പ്രൈമറി കമ്പോണന്റ് ഓഫ് മോട്ടിവേഷൻ. ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ക്രിയേറ്റീവായി ചിന്തിക്കുന്നതാണ് മോട്ടിവേഷന്റെ മേജർ ഫാക്ടർ എന്ന് പറയുന്നു. മൂന്നാമത്തത് മോട്ടിവേഷൻ എൻഹാൻസ് പെർഫോമൻസ്. മോട്ടിവേഷൻ എന്ത് ചെയ്യും? നമ്മുടെ പെർഫോമൻസിനെ, നമ്മുടെ ആക്ഷൻസിനെ എൻഹാൻസ് ചെയ്യും, അല്ലെങ്കിൽ അതിനെ എലിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രൊമോഷൻ കൊടുക്കുമെന്നാണ് പറയുന്നത്. ഓപ്ഷൻ ഡി, മോട്ടിവേഷൻ ക്യാൻ ബി ക്രിയേറ്റഡ് ഓൺലി ത്രൂ എക്സ്റ്റേണലി. മോട്ടിവേഷൻ എന്ന് പറയുന്നത് പുറമേ നിന്ന് മാത്രമേ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ എന്നാണ് ഓപ്ഷൻ ഡി പറയുന്നത്. ആൻഡ് ഓപ്ഷൻ ഇ എന്താണ്? റീഇൻഫോഴ്സ്മെന്റ് ഇൻക്രീസസ് മോട്ടിവേഷൻ. റീഇൻഫോഴ്സ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? പുറമേ നമുക്ക് ലഭിക്കുന്ന റീഇൻഫോഴ്സ്മെന്റ് അല്ലെങ്കിൽ റിവാർഡ്സുകൾ എന്ത് ചെയ്യും? മോട്ടിവേഷനെ കുറയ്ക്കാനോ കൂട്ടാനോ ഒക്കെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുമെന്നാണ് ഇവിടെ ഓപ്ഷൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. സോ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ് എന്നാണ് നമ്മുടെ ചോദ്യം വരുന്നത്. ബി, സി, ഡി ആൻഡ് ഇ ആണ് കറക്റ്റ്, എ, സി ആൻഡ് ഇ ആണ് കറക്റ്റ്, സി, ഡി ആൻഡ് ഇ ആണോ കറക്റ്റ്, ഓർ സി ആൻഡ് ഇ മാത്രമാണോ കറക്റ്റ്? കറക്റ്റ് ആൻസർ സി ആൻഡ് ഇ ഇസ് കറക്റ്റ്. എന്താണ്? മോട്ടിവേഷൻ എൻഹാൻസസ് പെർഫോമൻസ്. നമ്മുടെ പെർഫോമൻസിനെ, നമ്മൾ എന്ത് ചെയ്യുവാണോ, പഠിക്കുവാണോ, കളിക്കുവാണോ, നമ്മൾ എന്തെങ്കിലും ഒരു കായികത്തിൽ മികച്ചതാവുന്നതാണോ, ഏതൊരു പെർഫോമൻസ് ആയിക്കോട്ടെ, മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ പെർഫോമൻസ് അല്ലെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ബെറ്റർ ആയിരിക്കും. ആൻഡ് റീഇൻഫോഴ്സ്മെന്റ് ഇൻക്രീസസ് മോട്ടിവേഷൻ. പലപ്പോഴും എന്താണ്? നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്ന റിവാർഡുകൾ എപ്പോഴും എന്ത് ചെയ്യും? നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ആർ ബോത്ത് അക്യുറേറ്റ് സ്റ്റേറ്റ്മെന്റ്? ദ അതർ ഓപ്ഷൻസ് either mispresent motivation or are too narrow. എന്താണ്? ബാക്കി രണ്ട് ഓപ്ഷൻസും മോട്ടിവേഷനെ തെറ്റായ രീതിയിലാണ് പറയുന്നത്, അല്ലെങ്കിൽ മോട്ടിവേഷൻ കോൺസെപ്റ്റുമായി ബന്ധമില്ലാത്തത് ആണ് പറയുന്നത്, അല്ലെങ്കിൽ വളരെ നാരോ ആയിട്ട് മോട്ടിവേഷന്റെ കൺസെപ്റ്റുമായിട്ട് ചെറിയ രീതിയിൽ കണക്ഷൻ മാത്രമുള്ള ഓപ്ഷൻസ് ആണ് വരുന്നത്. സോ സി ആൻഡ് ഇ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. According to the concept of zone of proximal development, learning is most effective when? Zone of proximal development എന്ന് പറയുന്ന കോൺസെപ്റ്റ് അനുസരിച്ച് ലേണിംഗ് ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും മികച്ചതായി നടക്കുന്നത് എപ്പോഴാണ്? The content is at the learner's current level of ability. ഒരു വ്യക്തിയുടെ എബിലിറ്റിക്ക് അനുസരിച്ച് ആണ് കണ്ടന്റ് എങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള ഇൻഫർമേഷൻ എങ്കിൽ നമ്മളുടെ എന്താണ് ലേണിംഗ് പ്രോസസ്സ് വളരെ എളുപ്പത്തിൽ നടക്കുമെന്നാണ് ഫസ്റ്റ് ഓപ്ഷൻ. ദ സെക്കൻഡ് വൺ ഇസ് കണ്ടന്റ് ഇസ് ടു ഈസി ഫോർ ദ ലേണർ. ഒരു വ്യക്തിൻ്റെ അല്ലെങ്കിൽ കുട്ടീൻ്റെ എബിലിറ്റിനേക്കാൾ പുറകിലോട്ട്, അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു കണ്ടന്റ് ആകുമ്പോഴാണ് ഈ ലേണിംഗ് കൂടുതൽ എളുപ്പമാവുക എന്നാണ് പറയുന്നത് രണ്ടാമത്തെ ഓപ്ഷനിൽ. മൂന്നാമത്തെ ഓപ്ഷൻ എന്താണ്? കണ്ടന്റ് ഇസ് ടു ഡിഫിക്കൽട്ട് ഫോർ ദ ലേണർ. ഒരു വ്യക്തിയുടെ കപ്പാസിറ്റിക്ക് പുറമെയുള്ള ഹയർ കപ്പാസിറ്റി ഓഫ് ഡിഫിക്കൽട്ടി ഉള്ളപ്പോഴാണ് നമ്മുടെ ലേണിംഗ് ഏറ്റവും ഈസി ആയിട്ട് പോവുക എന്ന് പറയുന്നു. നാലാമത്തെ ഓപ്ഷൻ എന്താണ്? കണ്ടന്റ് ഇസ് യുണീക്ക് ആൻഡ് അൺഫെമിലിയർ ടു ദ ലേണർ. ഒരു പഠിക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിക്ക് പരിചയമില്ലാത്തൊരു കണ്ടന്റ് ആണ് കൊടുക്കുന്നതെങ്കിലാണ് നമ്മൾ ഏറ്റവും നന്നായിട്ട് പഠിക്കുക എന്നാണ് നാലാമത്തെ ഓപ്ഷൻ. എന്താണെന്ന് നോക്കിയാലോ. കറക്റ്റ് ആൻസർ ഇസ് കണ്ടന്റ് is at the learner's current level of ability. ഓരോ വ്യക്തിയുടെയും എബിലിറ്റിക്ക് അനുസരിച്ചുള്ള കണ്ടന്റ് ആണെങ്കിലാണ് ഏറ്റവും നന്നായിട്ട് പഠിക്കാൻ വേണ്ടി സാധിക്കുക. The zone of proximal development suggests that learners benefit from tasks that are just beyond their current abilities but can be achieved with guidance. എന്താണ്? ഒരു കുട്ടിയുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള സാധനം എന്ത് ചെയ്യണം? ഒരു ഇത്തിരി മുകളിലാണെങ്കിലും ഗൈഡൻസിലൂടെ നേടിയെടുക്കാൻ പറ്റുമെന്നാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് പൈഗോസ്കി പറഞ്ഞിട്ടുള്ളത്. സോ ഓപ്ഷൻ നമ്മുടെ എ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ദ പ്രൈമറി പർപ്പസ് ഓഫ് ഡിഫൻസ് മെക്കാനിസം ഇസ് ഡാഷ്. എന്താണ് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്ന കോൺസെപ്റ്റിന്റെ പ്രൈമറി കൺസെപ്റ്റ് എന്താണ്? അതിന്റെ അടിസ്ഥാന രേഖ എന്താണെന്നാണ് ചോദിക്കുന്നത്. ടു എൻഹാൻസ് ഇമോഷണൽ എക്സ്പ്രഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ടു റെഡ്യൂസ് ആങ്സൈറ്റി ആൻഡ് സേവ് ദ ഫേസ്. ഒരാളുടെ മനസ്സിലുള്ള ഉത്കണ്ഠ കുറയ്ക്കാനാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഡിഫൻസ് മെക്കാനിസത്തിലേക്ക് പോകുന്നത്. മൂന്നാമത്തത് ടു എസ്കേപ്പ് ഫ്രം റിയാലിറ്റി എന്താണോ അതിൽ നിന്നും മറികടക്കാൻ, അതിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിഫൻസ് മെക്കാനിസം പ്രാക്ടീസ് ചെയ്യുന്നത്. ഓപ്ഷൻ ഡി ടു മേക്ക് അതേഴ്സ് ഇൻ ഡിസ്ട്രെസ്. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ, മറ്റുള്ളവരെ സ്ട്രെസ്ഫുൾ ആക്കാനാണ് നമ്മൾ ഡിഫൻസ് മെക്കാനിസം പ്രാക്ടീസ് ചെയ്യുന്നത്. ഏതാണെന്നുള്ളത് ഓർത്ത് വെക്കുക കേട്ടോ. എന്തായാലും ഓപ്ഷൻ കറക്റ്റ് ആൻസറിലേക്ക് നോക്കിയാലോ. Correct answer is
ബി ടു റെഡ്യൂസ് ആങ്സൈറ്റി ആൻഡ് ടു സേവ് ദ ഫേസ് എന്നുള്ളതാണ്. നമ്മുടെ മുഖത്തിനെ അല്ലെങ്കിൽ നമ്മളെ സെൽഫിനെ സേഫ് ആക്കാനും അതേപോലെ തന്നെ നമ്മളിൽ ജനറേറ്റ് ചെയ്തിട്ടുള്ള ഉത്കണ്ഠ കുറയ്ക്കാനുമാണ് നമ്മൾ ഡിഫെൻസ് മെക്കാനിസം പ്രാക്ടീസ് ചെയ്യുന്നത്. Defense mechanisms are psychological strategies used to cope with anxiety and protect self-esteem by distorting reality. Defense mechanism എന്താണ്? നമ്മൾ സ്വയം പ്രാക്ടീസ് ചെയ്ത് പോകുന്ന സൈക്കോളജിക്കൽ സ്ട്രാറ്റജീസ് ആണ്. എന്താണ്? നമുക്ക് എന്തെങ്കിലും കാര്യത്തിൽ നമ്മളുടെ റിയാലിറ്റിയുമായി മാച്ച് ചെയ്യാത്ത എന്തോ സാധനം വന്നിട്ടുണ്ടെങ്കിൽ അപ്പം നമുക്ക് ജനറേറ്റ് ചെയ്യപ്പെടുന്ന ആങ്സൈറ്റിനെ മറികടക്കാൻ നമ്മൾ ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന മാർഗങ്ങളാണ്, നമ്മുടെ സെൽഫ് എസ്റ്റീമിനെ കോട്ടം തട്ടാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന മാർഗങ്ങളാണ് ഡിഫെൻസ് മെക്കാനിസം. ഈ ഡിഫെൻസ് മെക്കാനിസം കോൺസെപ്റ്റ് ആരായിരുന്നു കൊണ്ടുവന്നേ? ഫ്രോയിഡ് ആയിരുന്നു. ഫ്രോയിഡും പിന്നീട് അന്ന ഫ്രോയിഡും കൂടിയാണ് ഡിഫെൻസ് മെക്കാനിസം പലതരത്തിലുണ്ടെന്ന് വ്യാപിച്ച് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു ജെസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റ് ദ കോൺസെപ്റ്റ് ഓഫ് ക്ലോഷർ മീൻസ് ഡാഷ്. എന്താണ് ക്ലോഷർ എന്ന് പറയുന്ന കോൺസെപ്റ്റ്? എന്താണ് അക്കോർഡിംഗ് ടു ജെസ്റ്റാൾട്ട് സൈക്കോളജി തിയറി അനുസരിച്ച് എന്താണ് ക്ലോഷർ? Objects moving in the same directions are perceived as group. ഒരേ ഡയറക്ഷനിൽ സഞ്ചരിക്കുന്ന സാധനങ്ങളെ ഒരുമിച്ച് പെർസീവ് ചെയ്യുക, ഒരുമിച്ചാണെന്ന് ചിന്തിക്കുന്നതിനെയാണ് ക്ലോഷർ എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്? ഒബ്ജക്ട് വിത്ത് കോമൺ ബാക്ക്ഗ്രൗണ്ട് ഇസ് പെർസീവ്ഡ് ആസ് ഗ്രൂപ്പ്. എന്താണ്? കോമൺ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന സാധനമാണെങ്കിൽ അത് ഒരുമിച്ചാണെന്ന് പെർസീവ് ചെയ്യുന്നതാണ് രണ്ടാമത്തെ ഓപ്ഷൻ പറയുന്നേ. മൂന്നാമത്തെ ഓപ്ഷൻ എന്താണ്? ടു ഫിൽ ഇൻ മിസ്സിംഗ് പാർട്സ് ടു പെർസീവ് കംപ്ലീറ്റ് ഫോംസ്. എന്തെങ്കിലും ഒരു സാധനം കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യുക എന്നുള്ള പ്രോസസ്സാണ്. അതെല്ലാം ഫില്ല് ചെയ്ത് കാണുന്നതാണ് ക്ലോഷർ എന്ന് പറയുന്നു മൂന്നാമത്തെ ഓപ്ഷനിൽ. നാലാമത്തെ ഓപ്ഷൻ എന്താണ്? സിമിലർ ഐറ്റംസ് ആർ പെർസീവ് ടുഗെദർ. സിമിലർ ആയിട്ടുള്ള നമുക്ക് ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ തമ്മിലൊരു ബന്ധമുണ്ടെന്ന് തോന്നുന്ന സാധനം ഒരുമിച്ചാണെന്ന് പെർസീവ് ചെയ്യുന്നതാണ് ക്ലോഷർ എന്നാണ് നാലാമത്തെ ഓപ്ഷൻ. എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് ആക്ച്വലി ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വളരെ എളുപ്പമായിട്ട് നിങ്ങൾക്ക് അറിയാം. ജെസ്റ്റാൾട്ട് സൈക്കോളജി ആര് പഠിച്ചോ അവർക്ക് അറിയാൻ പറ്റുന്നൊരു ആൻസർ ആണ് കേട്ടോ ഇത്. കറക്റ്റ് ആൻസർ ഇസ് ടു ഫിൽ ഇൻ മിസ്സിംഗ് പാർട്സ് ടു പെർസീവ് കംപ്ലീറ്റ് ഫോംസ്. എന്തെങ്കിലും ഒരു സാധനം കാണുമ്പോൾ അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതിനെ ഫില്ല് ചെയ്ത് പെർസീവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ക്ലോഷർ എന്ന് പറയുന്നത്. The principle of closure in gestalt psychology refers to the tendency to perceive incomplete figures as complete, filling in the gaps as a whole. ഇടയിലുള്ള ഗ്യാപ്പുകളെ ഫില്ല് ചെയ്യുന്ന ആ പ്രോസസ്സിനെ ആണ് നമ്മൾ എന്താ പറയുന്നത്? ക്ലോഷർ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇങ്ങനൊരു സാധനം കണ്ടാലും ഇങ്ങനൊരു 3 വരകളാണ് നമ്മൾ ചേർത്ത്. ചിലപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഇതിനെ എ ആയിട്ട് പെർസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താണ്? അവിടെ ക്ലോഷർ വർക്ക് ചെയ്തു. ഒരു എക്സാമ്പിളും കൂടി നോക്കിയാലോ. വരയിൽ അല്പം പുറകോട്ടാണ്, എന്നാലും നിങ്ങൾക്ക് ഈ ഒരു സാധനത്തിന് സർക്കിളായിട്ട് പെർസീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെയും നടക്കുന്നത് ക്ലോഷർ ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. സെലക്ട് ദ കമ്പോണൻസ് ഓഫ് ക്രിയേറ്റിവിറ്റി സജസ്റ്റഡ് ബൈ ഗുൽഫോർഡ്. ഗുൽഫോർഡിന്റെ തിയറി അനുസരിച്ച്, ഗുൽഫോർഡ് പറയുന്നതിനനുസരിച്ച് ക്രിയേറ്റിവിറ്റിയുടെ ഭാഗമായി വരുന്നത് എന്തൊക്കെ? അനാലിസിസ്, സിന്തസിസ് ആൻഡ് ഇവാലുവേഷൻ ആണോ? പ്രിപ്പറേഷൻ, ഇലുമിനേഷൻ, ഇൻക്യുബേഷൻ ആണോ? ഫ്ലുവൻസി, ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഒറിജിനാലിറ്റി ആണോ? ഇന്റലിജൻസ്, കൺവേർജന്റ് തിങ്കിങ് ആൻഡ് നോവൽ തോട്ട്സ് ആണോ എന്നുള്ളതാണ് ഓപ്ഷൻസ് ആയിട്ട് വന്നിട്ടുള്ളത്. എ, ബി, സി ആൻഡ് ഡി. ഇതിലേതാണെന്ന് നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കുക. എന്തായാലും ആൻസർ നോക്കിയാലോ. കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. ഫ്ലുവൻസി, ഫ്ലെക്സിബിലിറ്റി, ഒറിജിനാലിറ്റി ആണ് ഗുൽഫോർഡിന്റെ ക്രിയേറ്റിവിറ്റി കമ്പോണൻസ് ആയിട്ട് പറയുന്നത്. എക്സ്പ്ലനേഷൻ എന്താ നോക്കാം. Guilford identified fluency, flexibility and originality as key components of creativity, focusing on the ability to generate many ideas, adapt to new situations and produce
യുണീക്ക് സൊല്യൂഷൻസ്. എന്താണ് ഫ്ലുവൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നിങ്ങൾ മുകളിലെ സെന്റൻസ് നോക്കുക. ഫ്ലുവൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഐഡിയാസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. അതാണ് ഫ്ലുവൻസിയുടെ അർത്ഥം. രണ്ടാമത്തത് ഫ്ലെക്സിബിലിറ്റി, അഡാപ്റ്റ് ടു ന്യൂ സിറ്റുവേഷൻ. ഓരോ ഐഡിയാസ് കൊണ്ടുവരുമ്പോൾ അതിൽ നിന്ന് പുതിയ സിറ്റുവേഷൻസ് അനുസരിച്ച് ഐഡിയാസുകളെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റിനെ, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റിനെയാണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. ആൻഡ് മൂന്നാമത്തത് എന്താണ്? ഒറിജിനാലിറ്റി. ഒറിജിനാലിറ്റി എന്ന് പറയുന്നത് കൊണ്ടുവരുന്ന ഐഡിയാസ് യുണീക്കാവും, മറ്റാരും ചെയ്യാത്തതാവാൻ ശ്രമിക്കുന്നതാണ് ഒറിജിനാലിറ്റി എന്ന് പറയുന്നത്. സോ ദീസ് ത്രീ ആർ ദ കമ്പോണൻസ്. ഈ മൂന്നെണ്ണമാണ് ക്രിയേറ്റിവിറ്റിയുടെ കമ്പോണൻസ് എന്ന് ഗുൽഫോർഡ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. The term used for the process of restructuring of modifying existing block of knowledge to incorporate new information is known as dash. എന്താണ്? പുതിയ ഒരു സാധനം കയറ്റാൻ അല്ലെങ്കിൽ പുതിയൊരു ഇൻഫർമേഷനെ നമ്മളുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എന്തോ സാധനത്തിൽ കയറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ വരുത്തുന്ന അഡ്ജസ്റ്റ്മെൻറ്റിനെ എന്ത് വിളിക്കും? ഒരു പുതിയ ഇൻഫർമേഷൻ ലഭിക്കുമ്പോൾ നമ്മളുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള തോട്ട്സിൽ വരുത്തുന്ന ചേഞ്ചസിനെ എന്ത് വിളിക്കും? അതാണ് ചോദ്യം. അസിമിലേഷൻ എന്നാണോ, അക്കോമഡേഷൻ എന്നാണോ, ഇക്വിലിബ്രേഷൻ എന്നാണോ, അതോ ഓപ്ഷൻ ഡി സ്കീമ എന്നാണോ എന്നാണ് ചോദ്യം. കറക്റ്റ് ആൻസർ ഇസ് അക്കോമഡേഷൻ. അക്കോമഡേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ്, ഈ 4 കോൺസെപ്റ്റും പിയാഷെയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി ആയിട്ട് കണക്റ്റഡ് ആണെന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടാകും. ഈ അക്കോമഡേഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ് എന്ത്? നമ്മൾ ഒരു പുതിയ സാധനം പഠിക്കുന്ന സമയത്ത് അത് ചിലപ്പം എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻസിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. ആ മാറ്റം വരുത്തുന്ന പ്രോസസ്സിനെയാണ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. നമ്മൾ അക്കോമഡേറ്റ് ചെയ്യാണ്. എന്താണ്? ഉള്ളതിലേക്ക് എന്തോ ഒന്നൊരു സാധനത്തിനെ ആഡ് ചെയ്യാണ്. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ്? നമ്മൾ ക്യാറ്റ് ഉണ്ടാകും. നമ്മൾ 4 ലെഗുള്ള അല്ലെ 4 കാലുള്ള ഒരു സാധനമാണ് എന്ത്? ക്യാറ്റ്സ് എന്ന് പറഞ്ഞു. പിന്നീട് നമ്മളൊരു ഡോഗിനെ കണ്ടു. അപ്പോഴും ഒരു കുട്ടി എന്ത് പറയാം? അത് ക്യാറ്റ് ആണെന്ന് തന്നെ പറയാൻ ചാൻസസ് ഉണ്ട്. പക്ഷേ നമ്മൾ പറഞ്ഞു കൊടുക്കും, ആ പുതിയതായി ഡോഗിനെ കാണുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കും ക്യാറ്റ് ഒരു തരത്തിലുള്ള ഒരു മൃഗമാണ്, ഡോഗ് എന്ന് പറയുന്നത് മറ്റൊരു തരത്തിലുള്ള മൃഗമാണ് എന്ന് പറഞ്ഞു കൊടുക്കുമ്പം ആ ഡോഗിൻ്റെ കൺസെപ്റ്റ് അല്ലെങ്കിൽ ഡോഗും ഒരു ആനിമൽ ആണെന്ന് ഒരു കുട്ടി തിരുത്തി എഴുതുന്ന പ്രോസസ്സിനെയാണ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. അടുത്തത്, സെലക്ട് ദ കോമ്പിനേഷൻ ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ഫേവറബിളി എഫക്ട്സ് പോസിറ്റീവ് ടീച്ചർ സ്റ്റുഡൻറ് റിലേഷൻഷിപ്പ്. നല്ല രീതിയിലുള്ള ടീച്ചർ സ്റ്റുഡൻറ് റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ മാച്ച് ആവുന്ന സ്റ്റേറ്റ്മെന്റ്സ് ഏതാണ്? ഓപ്ഷൻ എ, അവോയ്ഡ് പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ വിത്ത് സ്റ്റുഡൻസ്. സ്റ്റുഡൻസുമായിട്ട് പേഴ്സണലായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുക. രണ്ടാമത്തത്, മെയിൻറ്റെയിൻ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ വിത്ത് സ്റ്റുഡൻസ്. ഡയറക്റ്റ് ആയിട്ട് കുട്ടികളുമായി സംസാരിക്കുക. മൂന്നാമത്തത്, ഡോണ്ട് ഇന്റർഫിയർ വിത്ത് പേഴ്സണൽ മാറ്റേഴ്സ് ഓഫ് സ്റ്റുഡൻസ്. കുട്ടികളുടെ പേഴ്സണൽ മാറ്റേഴ്സുകൾ, പേഴ്സണൽ കാര്യങ്ങളിൽ അധികം കൈകടത്താതിരിക്കുക. നാലാമത്തെ ഓപ്ഷൻ, എൻകറേജ് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ട്രസ്റ്റ് വിത്ത് സ്റ്റുഡൻസ്. കുട്ടികളുമായിട്ട് വളരെ ഹൃദയം തുറന്ന് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ കുട്ടികളിൽ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക, വിശ്വാസം ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ഓപ്ഷൻ ഇ എന്താണ്? കമ്പയർ സ്റ്റുഡൻസ് വിത്ത് അതർ സ്റ്റുഡൻസ്. മറ്റു കുട്ടികളുമായി താരതമ്യം ചെയ്തുകൊണ്ട് കുട്ടികളെ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കുക. ഇതിൽ ഏതാണ് നല്ല ടീച്ചർ സ്റ്റുഡൻറ് റിലേഷന് കാരണമാവുക? എ, ബി ആൻഡ് ഡി ഓൺലി, B and D only, B, D and E only, B, C and D only. ഏതാണെന്നുള്ളത് ആലോചിക്കുക. ഒന്നും കൂടി ഓപ്ഷൻസ് നോക്കണോ? ഓപ്ഷൻസ് നോക്കാം. കറക്റ്റ് ആൻസർ ഇസ് B and D only എന്നുള്ളതാണ്. മെയിൻറ്റെയിനിങ് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ വിത്ത് സ്റ്റുഡൻസ്. കുട്ടികളുമായി ഡയറക്റ്റായി സംസാരിക്കുക, ഓപ്പൺ നല്ല രീതിയിൽ സംസാരിക്കുക എന്ന് പറയുന്നത് ടീച്ചർ സ്റ്റുഡൻറ് റിലേഷൻഷിപ്പിന് വളരെ അത്യാവശ്യമാണ്. രണ്ടാമത്തത് എന്താണ്? എൻകറേജിങ് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ട്രസ്റ്റ്. കുട്ടികളുമായിട്ട് ഹൃദയം തുറന്നുകൊണ്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടികളുടെ വിശ്വാസം നേടിയെടുക്കേണ്ടതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, കോൺട്രിബ്യൂട്ട് ടു പോസിറ്റീവ്
teacher-student relations, avoiding personal communication, not interfering with personal matters, and comparing students would not foster a positive environment. എന്താണ് പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഒഴിവാക്കുന്നത്, കുട്ടികളുടെ പേഴ്സണലായ കാര്യങ്ങളിൽ ഓവറായി കൈ കടത്തുന്നത്, അതേപോലെ തന്നെ എന്താണ് കുട്ടികളെ മറ്റു കുട്ടികളുമായി താരതമ്യം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് എല്ലാം എന്ത് ചെയ്യില്ല, നല്ലൊരു ടീച്ചർ റിലേഷനിലേക്ക് കാരണമാവില്ല. അടുത്ത ക്വസ്റ്റ്യൻ, select the organization which focuses on empowering persons with disabilities through skill development and employment opportunities. ഏത് ഓർഗനൈസേഷൻ ആണ് ഡിസബിലിറ്റീസ് വൈകല്യങ്ങൾ നേരിടുന്ന വ്യക്തികളിൽ സ്കിൽ എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്, ജോലി സാധ്യത കൊണ്ടുവരാനോ അവരിലെ കുറെ കഴിവുകളെ മികച്ചതാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി NIT ആണോ? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എംപവർമെന്റ് ഓഫ് പേഴ്സൺസ് വിത്ത് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി NIEPID ആണോ? നാഷണൽ ഏജൻസി ഫോർ സ്കിൽ ഡെവലപ്മെന്റ് ഫോർ ദി ഡിസേബിൾഡ് NASDD ആണോ? ആൻഡ് ഓപ്ഷൻ ഡി നാഷണൽ സ്കിൽ കോർപ്പറേഷൻ NSDC ആണോ എന്നുള്ളതാണ് ചോദ്യം. കറക്റ്റ് ആൻസർ ഇസ് NIEPID അഥവാ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദി എംപവർമെന്റ് ഓഫ് പേഴ്സൺസ് വിത്ത് ഇന്റലക്ച്വൽ ഡിസബിലിറ്റീസ് ആണ് വൈകല്യങ്ങൾ നേരിടുന്ന വ്യക്തികളിൽ ജോലി സാധ്യത കൊണ്ടുവരുന്ന കഴിവുകളെ മികച്ചതാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്. NIEPID is dedicated to empowering individuals with intellectual disability through various programs including skill development and employment. പലതരത്തിലുള്ള ജോലി സാധ്യതകളും കഴിവുകളെയും മികച്ചതാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ടീമാണ് NIEPID. അടുത്ത ഓപ്ഷൻ, അടുത്ത ക്വസ്റ്റ്യൻ, select the brain region which is crucial for emotional processing that undergoes significant development during adolescence. ഇമോഷണൽ ചേഞ്ചസിനെ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇമോഷണൽ ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്ന ബ്രെയിൻ പാർട്ട് അല്ലെങ്കിൽ ബ്രെയിനിലെ ഒരു ഭാഗം ഏതാണെന്നാണ് അഡോളസൻസ് ടൈമിൽ വരുന്ന ഇമോഷണൽ ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്ന ബ്രെയിൻ പാർട്ട് ഏതാണ്? ഹിപ്പോ ക്യാമ്പസ് ആണോ, സെറിബെല്ലം ആണോ, അമഗ്ഡാല ആണോ, അതോ ഫ്രോണ്ടൽ കോർട്ടെക്സ് ആണോ എന്നുള്ളതാണ് ഓപ്ഷൻസ്. കറക്റ്റ് ആൻസർ ഇസ് അമഗ്ഡാല. എപ്പോൾ ഇമോഷനുമായിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പമായിട്ട് കണക്ട് ചെയ്യാം. അമഗ്ഡാല ആയിരിക്കും അവിടെ. അമഗ്ഡാല ഓപ്ഷൻ ഉണ്ടോ, നിങ്ങൾ അത് തന്നെ ചൂസ് ചെയ്യുക കേട്ടോ. അമഗ്ഡാലയാണ് ഇമോഷണൽ ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്ന സാധനം. The amygdala is critical for emotional processing, shows significant development during adolescence, influencing emotional responses and social behavior. Social behavior develop ചെയ്യുന്നതിലും ഇമോഷണൽ കൺട്രോളും ഇമോഷണൽ ഇൻ്റലിജൻസും മികവുറ്റതാക്കുന്നതിലും എല്ലാം ആര് ഹെൽപ്പ് ചെയ്യും? അമഗ്ഡാലയുടെ കറക്റ്റായ പ്രവർത്തനം ഹെൽപ്പ് ചെയ്യും അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യും. സോ അമഗ്ഡാല is the correct answer. അടുത്ത ക്വസ്റ്റ്യൻ, according to David Ausubel's theory, the process of connecting new information to existing cognitive structure is known as dash. എന്താണ്? ഓസബെലിന്റെ തിയറി അനുസരിച്ച് ഓൾറെഡി ഉള്ള കോഗ്നിറ്റീവ് കോൺസെപ്റ്റിലേക്ക് ഓൾറെഡി ഉള്ള ഇൻഫർമേഷനിലേക്ക് പുതിയ ഇൻഫർമേഷൻസിനെ കയറ്റുന്ന ആ പ്രോസസ്സിനെ നമ്മൾ എന്ത് വിളിക്കും? സബ്സംഷൻ എന്നാണോ, അഡാപ്റ്റേഷൻ എന്നാണോ, എക്സ്പോസിറ്ററി ലേണിംഗ് എന്നാണോ, സൂപ്പർ ഓർഡിനേറ്റ് ലേണിംഗ് എന്നാണോ എന്നുള്ളതാണ് ചോദ്യം വന്നിട്ടുള്ളത്, ഓപ്ഷൻസ് വന്നിട്ടുള്ളത്. കറക്റ്റ് ആൻസർ സബ്സംഷൻ. സബ്സംഷൻ എന്താണെന്ന് നോക്കാം. സബ്സംഷൻ ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞ സാധനം തന്നെയാണ്. ഇസ് ദ പ്രോസസ് ബൈ വിച്ച് ന്യൂ ഇൻഫർമേഷൻ ഇസ് ഇൻകോപ്പറേറ്റഡ് ഇൻ ടു ദ എക്സിസ്റ്റിംഗ് കോഗ്നേറ്റീവ് ഫ്രെയിംവർക്സ് അലോവിംഗ് ഫോർ മീനിങ് ഫുൾ ലേണിംഗ്. ഓൾറെഡി ഉള്ള ഇൻഫർമേഷൻസിലേക്ക് പുതിയതിനെ ആഡ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ കൂടുതൽ മികച്ച രീതിയിലുള്ള ഒരു മീനിങ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് സബ്സംഷൻ എന്ന് നമ്മൾ പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് സ്യൂട്ടബിൾ മീനിങ് ഫോർ ലേണിംഗ് ഡിസബിലിറ്റി. ലേണിംഗ് ഡിസബിലിറ്റിയുമായി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സ്റ്റേറ്റ്മെന്റ് എന്താണ്? A permanent intellectual condition that affects all aspects of learning. ലേണിംഗ് പ്രോസസ്സിൻ്റെ അല്ലെങ്കിൽ പഠന പ്രോസസ്സിൻ്റെ എല്ലാ രീതിയിലും ബാധിക്കുന്ന ഒരു കണ്ടീഷനാണ് ലേണിംഗ് ഡിസബിലിറ്റി.
ആൻഡ് രണ്ടാമത്തെ ഓപ്ഷൻ എന്താ, എ ന്യൂറോളജിക്കൽ കണ്ടീഷൻ ദാറ്റ് എഫക്ട്സ് അക്കാഡമിക് ഫങ്ഷൻ. എന്താണ്, അക്കാഡമിക് കാര്യങ്ങൾ, സ്കൂൾ അക്കാഡമിക് കാര്യങ്ങളിൽ മാത്രം ബാധിക്കുന്ന ഒരു കണ്ടീഷൻ, ന്യൂറോളജിക്കൽ ബ്രെയിൻ കണ്ടീഷൻ ആണ് ലേണിംഗ് ഡിസബിലിറ്റി. അതാണ് രണ്ടാമത്തെ ഓപ്ഷൻ. മൂന്നാമത്തെ ഓപ്ഷൻ എന്താണ്, എ ടെമ്പററി ഇന്റലക്ച്വൽ കണ്ടീഷൻ ദാറ്റ് എഫക്ട്സ് ഓൾ ആസ്പെക്ട്സ് ഓഫ് ലേണിംഗ്. എന്താണ്, ചുരുങ്ങിയ കാലഘട്ടത്തിൽ ടെമ്പററി ആയി മാത്രം ഉണ്ടാവുന്ന ഇന്റലക്ച്വൽ പ്രശ്നങ്ങളെയാണ് നമ്മൾ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയാം. അതാണ് മൂന്നാമത്തെ ഓപ്ഷൻ. നാലാമത്തെ ഓപ്ഷൻ എന്താ, ഫിസിയോളജിക്കൽ കണ്ടീഷൻസ് ദാറ്റ് എഫക്ട് ഓൾ ദി ആസ്പെക്ട്സ് ഓഫ് ലേണിംഗ്. ലേണിങ്ങിന്റെ എല്ലാ ആസ്പെക്ട്സിനെയും എഫക്ട് ചെയ്യുന്ന ഒരു ഫിസിയോളജിക്കൽ ബോഡിലി കംപ്ലൈന്റ് ആണ് ലേണിംഗ് ഡിസബിലിറ്റി. ഏതാണെന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് വയ്ക്കുക. കറക്റ്റ് ആൻസറിലേക്ക് പോയാലോ? കറക്റ്റ് ആൻസർ ഇസ് ബി, a neurological condition that affects academic functioning. Learning disabilities are typically understood as neurological conditions that can affect specific areas of academic functioning such as reading or mathematics. എന്താണ്, ഒരു വ്യക്തിയുടെ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുടെ എല്ലാ ലേണിംഗ് പ്രോസസ്സിനെയും ബാധിക്കണമെന്ന് നിർബന്ധമില്ല. മോസ്റ്റ്ലി ഒരു സ്കൂൾ പരമായിട്ടുള്ള സ്കൂളിലെ അക്കാഡമിക് പരമായിട്ടുള്ള കാര്യങ്ങളിലായിരിക്കും അവർ കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടാവും. ഒന്നെങ്കിൽ മാത്സിലായിരിക്കാം, അല്ലെങ്കിൽ എഴുതുന്നതിലായിരിക്കാം, അല്ലെങ്കിൽ വായിക്കുന്നതിലായിരിക്കാം. ഇതിൽ ഏതെങ്കിലും ഭാഗങ്ങളിൽ മാത്രമായിരിക്കാം ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള ഒരു വ്യക്തി ബുദ്ധിമുട്ടുകൾ നേരിടുന്നത്. അതല്ലാതെ അവരുടെ ഇന്റലിജൻസ് കപ്പാസിറ്റിയിലൊന്നും എന്ത് പ്രശ്നം ഉണ്ടാവില്ല, ഒരു പ്രശ്നങ്ങളും ഉണ്ടാവാൻ സാധ്യതയില്ല. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അക്കോർഡിംഗ് ടു സിഗ്മണ്ട് ഫ്രോയിഡ്, അൺറിസോൾവ് കോൺഫ്ലിക്ട്സ് ഡ്യൂറിംഗ് ദി ഡെവലപ്മെന്റൽ സ്റ്റേജസ് മേ ലീഡ് ടു ഡാഷ്. ഓരോ ഡെവലപ്മെന്റൽ സ്റ്റേജ് അല്ലെങ്കിൽ ഓരോ പ്രായം എത്തുമ്പോൾ ആ പ്രായത്തിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുവാണെങ്കിൽ നമ്മൾക്ക് എന്ത് സംഭവിക്കുമെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ ഫിക്സേഷൻ ആണോ, ബി എൻഹാൻസ്ഡ് ഇമോഷണൽ സ്റ്റെബിലിറ്റി ആണോ, എൻഹാൻസ്ഡ് മെന്റൽ മെച്യൂരിറ്റി ആണോ, പ്രൊജക്ഷൻ ആണോ? എന്താണെന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കുക. കറക്റ്റ് ആൻസർ ഇസ് ഫിക്സേഷൻ. Freud suggested that unresolved conflicts during any stages of psychosexual development could result in fixation, where an individual becomes stuck in that stage. ഏതെങ്കിലും ഒരു പ്രായത്തിൽ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ട് റിസോൾവ് ചെയ്തില്ലെങ്കിൽ, ബുദ്ധിമുട്ടിൽ നിന്ന് നമ്മൾ കരകയറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സ്റ്റേജിൽ തന്നെ സ്റ്റക്കായി പോകും, അല്ലെങ്കിൽ ഫിക്സേറ്റഡ് ആയി പോകും എന്നാണ് ഫ്രോയിഡ് പറഞ്ഞത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കിയാലോ. വാട്ട് ഈസ് ദ കീ ഗോൾ ഇൻ സപ്പോർട്ടിങ് ഇൻഡിവിജ്വൽ വിത്ത് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി? ഇന്റലക്ച്വൽ ഡിസബിലിറ്റീസ് അല്ലെങ്കിൽ ബുദ്ധിപരമായ വൈകല്യങ്ങൾ നേരിടുന്ന വ്യക്തികളെ സപ്പോർട്ട് ചെയ്യുന്നതിന് പുറകിലുള്ള മെയിൻ ഗോൾ എന്താണെന്നാണ് ചോദിക്കുന്നത്. എക്സ്ക്ലൂസീവ് ഫോക്കസിങ് ഓൺ അക്കാഡമിക് അച്ചീവ്മെന്റ്സ്. ആ വ്യക്തികളുടെ അല്ലെങ്കിൽ ആ കുട്ടികളുടെ അക്കാഡമിക് പ്രോഗ്രസ് അല്ലെങ്കിൽ അക്കാഡമിക്കലി മുന്നേറ്റം കൊണ്ടുവരാനാണ് നമ്മളുടെ മെയിൻ ഗോള്. രണ്ടാമത്തത് സെഗ്രിഗേറ്റ് ഇൻഡിവിജ്വൽസ് വിത്ത് ഇന്റലക്ച്വൽ ഡിസബിലിറ്റീസ് ഫ്രം സൊസൈറ്റി. സമൂഹത്തിൽ നിന്നും അവരെ വേർതിരിക്കാനാണ് നമ്മൾ ഇന്റലക്ച്വൽ ഡിസബിലിറ്റിക്കാരെ സപ്പോർട്ട് ചെയ്യുന്നത്. ആൻഡ് മൂന്നാമത്തത് മിനിമൈസിങ് ദി അഡാപ്റ്റീവ് ഫങ്ഷനിങ് സ്കിൽസ്. എന്താണ്, അഡാപ്റ്റ് ചെയ്യാൻ, ചുറ്റുപാടിനോട് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഒരു ഗോൾ എന്ന് പറയുന്നത്. ആൻഡ് ഓപ്ഷൻ ഡി ഈസ് എൻഹാൻസിങ് സോഷ്യൽ ആൻഡ് ഇമോഷണൽ വെൽബീങ്. ഇത്തരത്തിലുള്ള വ്യക്തികളുടെ അല്ലെങ്കിൽ ഇത്തരത്തിൽ വൈകല്യങ്ങൾ നേരിടുന്ന വ്യക്തികളുടെ ഇമോഷണൽ ആൻഡ് സോഷ്യൽ അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ സമൂഹത്തിൽ ഇഴുകിച്ചേരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഇൻറ്റൻഷൻ. എന്താണെന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് വയ്ക്കുക. നിങ്ങളൊന്ന് കോമൺ സെൻസ് തന്നെ അനലൈസ് ചെയ്താൽ വേഗം കിട്ടേണ്ട ഒരു ഉത്തരമാണ്. നമുക്ക് എന്തായാലും ഉത്തരം നോക്കിയാലോ. Correct answer is enhancing social and emotional well-being. എന്താണ് എക്സ്പ്ലനേഷൻ നോക്കാം. The primary goal is to promote overall well-being including social skills, emotional health and independence rather than focusing solely on academic or segregation. ഒരു ഇന്റലക്ച്വൽ ഡിസബിലിറ്റി നേരിടുന്ന വ്യക്തികളുടെ അക്കാഡമിക് കാര്യങ്ങളിൽ മാത്രം മികവുറ്റതാക്കാനല്ല നമ്മുടെ ശ്രമം വരിക. ആസ് എ ഹോൾ അവരെ ഒറ്റയ്ക്ക് ഇൻഡിപെൻഡൻ്റ് ആയി ജീവിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിൽ അവരെ ട്രെയിൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഇൻറ്റൻഷൻ വരുന്നുണ്ടാവുക. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് സ്യൂട്ടബിൾ ഓപ്ഷൻസ് റിലേറ്റഡ് ടു ഫോർമേറ്റീവ് അസസ്മെന്റ്. ഫോർമേറ്റീവ് അസസ്മെന്റ് സിസ്റ്റത്തിനെ അല്ലെങ്കിൽ ആ കോൺസെപ്റ്റിനോട് മാച്ച് ചെയ്യുന്ന അനുയോജ്യമായ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഡിസ്ട്രിബ്യൂട്ടിംഗ് ഫൈനൽ ഗ്രേഡ്സ്. ഫോർമേറ്റീവ് അസസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ ഗ്രേഡിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനാണ് നമ്മൾ ചെയ്യുന്നത്. ആൻഡ് ഓപ്ഷൻ ബി, ടു മേക്ക് കമ്പാരിസൺസ് അമംഗ് സ്റ്റുഡൻസ് ആൻഡ് ഗിവ് സജഷൻ. കുട്ടികൾ തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ട് ഫീഡ്ബാക്ക് കൊടുക്കാനാണ് ഫോർമേറ്റീവ് അസസ്മെന്റ്. ആൻഡ് മൂന്നാമത്തത്, ടു ഐഡന്റിഫൈ ദ ഏരിയാസ് ഓഫ് ഇംപ്രൂവ്മെന്റ് ഇൻ സ്റ്റുഡൻസ്. ഓരോ കുട്ടികളുടെയും ഡിലേ ഉള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടണമെങ്കിൽ ആ ബുദ്ധിമുട്ട് നേരിടുന്ന കാര്യങ്ങളെ ഐഡന്റിഫൈ ചെയ്യാനും അതിലൊരു ഇംപ്രൂവ്മെന്റ് വരുത്താനുള്ള സജഷൻസ് കൊടുക്കാനാണ് ഫോർമേറ്റീവ് അസസ്മെന്റ്. നാലാമത്തത്, ടു ഡിസ്ട്രിബ്യൂട്ട് റാങ്കുകൾ വേർതിരിച്ച് ഉണ്ടാക്കിയെടുക്കാനാണ് നമ്മൾ ഫോർമേറ്റീവ് അസസ്മെന്റ് ചെയ്യുന്നത്. ഏതാണെന്ന് ആലോചിച്ച് നോക്കിയേ. കറക്റ്റ് ആൻസർ ഇസ് ടു ഐഡന്റിഫൈ ദ ഏരിയാസ് ഓഫ് ഇംപ്രൂവ്മെന്റ് ഇൻ സ്റ്റുഡൻസ് എന്നുള്ളതാണ്. സ്റ്റുഡൻസിൽ ഏതെങ്കിലും ഏരിയാസിൽ ബുദ്ധിമുട്ട് നേരിടുന്നെങ്കിൽ അതിൽ ഇംപ്രൂവ്മെന്റ്സ് കൊണ്ടുവരാനാണ്. Formative assessment is intended to monitor students' learning and identify areas where they can improve rather than merely distributing grades or ranks. വെറുതെ ഗ്രേഡുകൾ അസിസ്റ്റ് ചെയ്യുക, A+ ആണ് നിനക്ക്, B+ ആണ് നിനക്കെന്ന് വെറുതെ കൊടുക്കാൻ മാത്രമല്ല, നമ്മൾ എന്താണ് ഓരോ കുട്ടികളുടെയും പ്രശ്നമുള്ള ഏരിയ ഏതാണ്, കഴിവുള്ള ഏരിയ ഏതാണെന്നൊക്കെ നല്ല രീതിയിൽ അനലൈസ് ചെയ്ത് ഇംപ്രൂവ്മെന്റ്സ് സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോർമേറ്റീവ് അസസ്മെന്റുകൾ നമ്മൾ സ്കൂളുകളിൽ ചെയ്തു പോരുന്നത്. ഓക്കെ, അടുത്തത്, സെലക്ട് ദ ടേം യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ പ്രോസസ് ഓഫ് ഇൻഡിവിജ്വൽ യൂസ് ടു മാനേജ് ആൻഡ് അഡാപ്റ്റ് ടു ചാലഞ്ചസ് ആൻഡ് സ്ട്രെസ്സേഴ്സ് ഇൻ ലൈഫ്. ലൈഫിൽ വരുന്ന ചാലഞ്ചസുകളോ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള എന്ത് സാഹചര്യം വന്നാലും അതിനെ തരണം ചെയ്യുന്ന ആ പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഒരു കഴിവിനെ നമ്മൾ എന്ത് വിളിക്കും എന്നാണ് ചോദിക്കുന്നത്. പ്രൊജക്ഷൻ എന്നാണോ, റിഗ്രഷൻ എന്നാണോ, കോപ്പിംഗ് മെക്കാനിസം എന്നാണോ, അവോയ്ഡൻസ് മെക്കാനിസം എന്നാണോ എന്നാണ് ചോദിക്കുന്നത്. കറക്റ്റ് ആൻസർ ഇസ് കോപ്പിംഗ് മെക്കാനിസം എന്നുള്ളതാണ്. Coping mechanisms are strategies that individuals employ to handle stress and challenges in their lives, promoting resilience and adaptation. ജീവിതത്തിൽ വരുന്ന എന്ത് ബുദ്ധിമുട്ടായിക്കോട്ടെ ആ ബുദ്ധിമുട്ടിനോടൊപ്പം തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള കപ്പാസിറ്റീസിനെയാണ് കോപ്പിംഗ് മെക്കാനിസം എന്ന് നമ്മൾ പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു സ്പൈറൽ കരിക്കുലം. സ്പൈറൽ കരിക്കുലം ബേസ് ചെയ്ത് സ്പൈറൽ കരിക്കുലത്തിന്റെ പുറകിലുള്ള മെയിൻ ഇന്റൻഷൻ എന്താണെന്നാണ് ചോദിക്കുന്നത്. റെപ്രസെന്റിങ് ഇൻഫർമേഷൻ ത്രൂ ആക്ഷൻസിലൂടെ ഇൻഫർമേഷൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് സ്പൈറൽ കരിക്കുലത്തിന്റെ മെയിൻ ഫാക്ടർ അല്ലെങ്കിൽ മെയിൻ ഐഡിയ. അടുത്തത്, റിപ്പീറ്റിംഗ് ദ സെയിം കണ്ടന്റ് ആൻഡ് അഗെയിൻ പറഞ്ഞ സാധനം അല്ലെങ്കിൽ പഠിച്ച സാധനം പിന്നെയും പഠിപ്പിക്കുക എന്നുള്ളതാണ് സ്പൈറൽ കരിക്കുലത്തിന്റെ ഇന്റൻഷൻ. മൂന്നാമത്തത്, പ്രൊവൈഡ് ടോപ്പിക്സ് അറ്റ് എൻ ഇൻക്രീസിങ് ലെവൽ ഓഫ് കോംപ്ലക്സിറ്റി. എന്താണ്, ഓരോ ടോപ്പിക് കൊടുക്കുമ്പം അതിൻ്റെ ലെവൽ ഓരോ പ്രാവശ്യം പഠിപ്പിക്കുമ്പോഴും അതിൻ്റെ കോംപ്ലക്സിറ്റി ഡിഫിക്കൽട്ടി കൂട്ടി പഠിപ്പിക്കുക എന്നുള്ളതാണ് സ്പൈറൽ കരിക്കുലത്തിൻ്റെ ഇൻറ്റൻഷൻ. നാലാമത്തത്, പ്രൊവൈഡ് കോംപ്ലക്സ് ടോപ്പിക് ഇനീഷ്യലി ദെൻ സിംപ്ലിഫൈ ഇറ്റ്. എന്താണ്, ആദ്യം ബുദ്ധിമുട്ടുള്ള സാധനം പഠിപ്പിച്ചിട്ട് പിന്നെ പതിയെ സിമ്പിളായ സാധനം പഠിപ്പിക്കുക എന്നുള്ളതാണ് സ്പൈറൽ കരിക്കുലത്തിൻ്റെ ഇൻറ്റൻഷൻ. ഏതാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. Correct answer is option C, provide topics at an increasing level of complexity. എന്താണ്, ഓരോ തവണ പഠിക്കുമ്പോഴും അതിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ കൂട്ടി കൊണ്ടുവരിക എന്നുള്ളതാണ് സ്പൈറൽ കരിക്കുലത്തിന്റെ പുറകിലുള്ള മെയിൻ ഇന്റൻഷൻ എന്നാണ് പറയുന്നത്. A spiral curriculum introduces topic in an increasing complexity, allowing students to revisit concept and deepen their understanding over time. എന്താണ്, സ്പൈറൽ കരിക്കുലം ആക്ച്വലി പഠിച്ച സാധനം നമ്മൾ പിന്നെയും പഠിക്കുന്ന ഒരു രീതി തന്നെയാണ്. പക്ഷെ ഓരോ തവണ പഠിക്കാൻ പിന്നെയും പോയി പഠിച്ച സാധനം പിന്നെയും പോയി പഠിക്കുമ്പോൾ നമ്മൾ മുന്നേ പഠിച്ച രീതിയിലായിരിക്കില്ല. അതിൽ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പഠിച്ചുകൊണ്ടായിരിക്കും നമ്മൾ അടുത്ത ഒരു റിപ്പീറ്റഡ് സ്റ്റഡി നടത്തുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അഡീഷൻ, മാത്സിൽ അഡീഷൻ ആണ് പഠിച്ചതെങ്കിൽ ആദ്യം അഡീഷൻ പഠിച്ചിട്ട് പിന്നെ അതിൻ്റെ ഹയർ ഗ്രേഡ്സിലേക്ക് പോയിട്ട് തിരിച്ച് അഡീഷനിലേക്ക് തന്നെ വരുന്ന സമയത്ത് അതിലെ ഏറ്റവും ഡിഫിക്കൽട്ടായ സാധനങ്ങളെ അറ്റംപ്റ്റ് ചെയ്ത് ആ കോൺസെപ്റ്റിനെ, അഡീഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ ഏറ്റവും ക്ലിയർ ആക്കാൻ ശ്രമിക്കുന്ന ഒരു മെത്തേഡാണ് സ്പൈറൽ കരിക്കുലം മെത്തേഡ് എന്ന് പറയുന്നത്. അടുത്തത്,
How many focus areas are there in KCF 2023? Okay, 22 ആണോ 24 ആണോ 26 ആണോ 28 ആണോ? Correct answer is 26. KCF 2023 അഥവാ കേരള കരിക്കുലം ഫ്രെയിംവർക്ക് അനുസരിച്ച് 26 ഫോക്കസ് ഏരിയാസ് ആണ് ഉള്ളത് എന്നാണ് പറയുന്നത്. ഇൻക്ലൂഡ്സ് 26 ഫോക്കസ് ഏരിയാസ് അഡ്രസ്സിംഗ് വേരിയസ് ആസ്പെക്ട്സ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് കരിക്കുലം ഡെവലപ്മെന്റ്. കുട്ടികളുടെ എഡ്യൂക്കേഷൻ പ്രോസസ്സിനെയും കരിക്കുലം സിലബസ് ക്രിയേറ്റ് ചെയ്യുന്നതിലും എല്ലാം വരുത്തുന്ന 26 ഫോക്കസ് ഏരിയാസ് ആണ് KCF 2023 പ്രകാരം ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രൈമറി ഫോക്കസ് ഓഫ് ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം? IEPന്റെ മെയിൻ ഇന്റൻഷനലി മെയിൻ പ്രൈമറി ഫോക്കസ് എന്താണ്? ടു ഷോക്കേസ് ഇൻഡിവിജ്വൽ അച്ചീവ്മെന്റ്സ്, ഓരോ വ്യക്തികളുടെയും അച്ചീവ്മെന്റ്സിനെ കഴിവുകളെ സക്സസ്സുകളെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓപ്ഷൻ ബി, ടു കാറ്റർ ദ പേഴ്സണലൈസ്ഡ് ഗോൾ സർവീസസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ സ്റ്റുഡൻസ് വിത്ത് സ്പെഷ്യൽ നീഡ്സ്. സ്പെഷ്യൽ നീഡ്സ് ഉള്ള വ്യക്തികളുടെ അല്ലെങ്കിൽ കുട്ടികളുടെ ഗോളുകളെ സെൻറ്റർ ചെയ്തുകൊണ്ട് അതിൽ ബെറ്റർ സർവീസ് ബെറ്റർ ഹെൽപ്പ് കൊടുക്കുക എന്നുള്ളതാണ് IEPയുടെ മെയിൻ ഉദ്ദേശം. അടുത്തത് ഓപ്ഷൻ സി, ക്രിയേറ്റിംഗ് കൾച്ചറൽ അവയർനെസ് ആൻഡ് പ്രൊമോട്ടിംഗ് ലേണിംഗ് ആൻഡ് അച്ചീവ്മെന്റ്. എന്താണ് മൊത്തത്തിൽ ലേണിങ്ങിനെയും അച്ചീവ്മെന്റിനെയും പ്രൊമോട്ട് ചെയ്യുന്ന കൾച്ചറൽ അവയർനെസ്, ഒരു ബോധവൽക്കരണം ചെയ്യുക എന്നുള്ളതാണ് IEPയുടെ പുറകിലെ ഉദ്ദേശം. നാലാമത്തെ ഓപ്ഷൻ എന്താണ്? ടു പ്രൊവൈഡ് സെപ്പറേറ്റ് ക്ലാസ്സസ് ഫോർ ഗിഫ്റ്റഡ് സ്റ്റുഡൻസ് ഡ്യൂറിങ് ദ സ്കൂൾ ടൈം. ബുദ്ധിപരമായിട്ട് അല്ലെങ്കിൽ ഇന്റലിജൻസ് പ്രകാരം ഏറ്റവും കഴിവുള്ള ഏറ്റവും മുകളിൽ നിൽക്കുന്ന കുട്ടികൾക്ക് എക്സ്ട്രാ കോച്ചിങ് കൊടുക്കുക എന്നുള്ളതാണ് IEPയുടെ മെയിൻ ഉദ്ദേശം. എന്താണെന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം IEP. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ടു കാറ്റർ personalized goals, services and opportunities for students with special needs. ഏതെങ്കിലും തരത്തിലുള്ള വൈകല്യങ്ങളോ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ആവശ്യങ്ങൾ വേണ്ട കുട്ടികളിൽ സ്പെസിഫിക് ആയിട്ട് അവരുടെ ഗോളിനെ അച്ചീവ് ചെയ്യാനുള്ള ഹെൽപ്പ് കൊടുക്കുക എന്നുള്ളതാണ് IEPയുടെ മെയിൻ ഉദ്ദേശം. IEP is designed to meet the unique needs of students with disabilities by setting personalized goals and providing necessary services. കുട്ടികൾക്ക് മാത്രം, ഒരു കുട്ടിക്ക് എഴുതാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ എഴുതാൻ പഠിപ്പിക്കുക എന്നുള്ളതായിരിക്കും ഉദ്ദേശം വരാം. ഒരു കുട്ടിക്ക് ബേസിക് ആയിട്ടുള്ള ഡെയിലി ലൈഫ് സ്കിൽസ്, കുളിക്കുക, ബാത്റൂമിൽ പോകുക എന്ന് പറയുന്ന പ്രോസസ്സൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ അത് പഠിപ്പിക്കുക എന്നുള്ളതായിരിക്കും IEPയുടെ ഉദ്ദേശം വരുന്നത്. സോ ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള ഗോളുകൾ അച്ചീവ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് IEPയുടെ മെയിൻ ഉദ്ദേശം. അടുത്ത ക്വസ്റ്റ്യൻ, providing additional educational opportunity for gifted children other than regular classroom activity is known as dash. എന്താണ്? നല്ല രീതിയിൽ ഗിഫ്റ്റഡ് ആയിട്ടുള്ള ഇന്റലക്ച്വലി ഏറ്റവും മികവുറ്റ കഴിവ് ഉള്ള കുട്ടികൾക്ക് എക്സ്ട്രാ ട്രെയിനിങ് കൊടുക്കുക എന്ന് പറയുന്നതിനെ എന്ത് വിളിക്കും? അതിൻ്റെ ആ ഒരു കോൺസെപ്റ്റിനെ നമ്മൾ എന്ത് വിളിക്കും? ഇൻക്ലൂഷൻ എന്നാണോ, കോമ്പൻസേഷൻ എന്നാണോ, എൻറിച്ച്മെന്റ് എന്നാണോ, മെയിൻ സ്ട്രീമിംഗ് എന്നാണോ എന്ന് ഓപ്ഷൻസ് ആയി വന്നിട്ടുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. Correct answer is enrichment. Enrichment involves offering advanced learning experiences beyond the standard curriculum to challenge gifted students. ഇപ്പം 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, അതിൽ ഗിഫ്റ്റഡ് കുട്ടിയാണെങ്കിൽ ചിലപ്പം 8ാം ക്ലാസ്സിലുള്ള കാര്യങ്ങൾ അവന് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എക്സ്ട്രാ കൊടുക്കുന്ന ആ പ്രോസസ്സിനെ അവൻ്റെ കപ്പാസിറ്റിക്ക് അവൻ്റെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കരിക്കുലത്തിന് പുറമെ അവൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ട്രെയിനിങ് കൊടുക്കുന്ന ആ പ്രോസസ്സിനെ നമ്മൾ എൻറിച്ച്മെന്റ് എന്നാണ് കേട്ടോ വിളിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, നെയിം ദ ലീഗൽ കൺസെപ്റ്റ് വിച്ച് ഹോൾഡ്സ് ദാറ്റ് ജുവനൈൽ ഒഫൻഡേഴ്സ് ഷുഡ് ബി ട്രീറ്റഡ് ഡിഫറെൻ്റ്ലി ഫ്രം അഡൾട്ട് ഒഫൻഡേഴ്സ് ഡ്യൂ ടു ദെയർ ഏജ് ആൻഡ് ഡെവലപ്മെന്റൽ സ്റ്റേജ്? ഏത് നിയമത്തിൻ്റെ കൺസെപ്റ്റ് പ്രകാരമാണ് ചെറിയ ക്രിമിനൽ ഒഫൻഡേഴ്സ്, ചെറിയ പ്രായത്തിലുള്ള ഏജ് ലിമിറ്റ് 18 വയസ്സിന്, ഏജ് ലിമിറ്റ് പറയുമ്പോൾ 18 വയസ്സിന് പുറകിലുള്ള കുട്ടികൾ കാണിക്കുന്ന ക്രിമിനൽ ഒഫൻസിൽ ഏർപ്പെട്ടിട്ടുള്ള കുട്ടികളെ മറ്റ് ക്രിമിനൽസിനേക്കാൾ വ്യത്യസ്തമായി കെയർ ചെയ്യണമെന്ന് പറയുന്ന ലീഗൽ കൺസെപ്റ്റിനെ, നിയമവശത്തിനെ നമ്മൾ എന്ത് പറയുന്നു?
ജുവനൈൽ പ്രിവിലേജ് എന്നാണോ, IPC എന്നാണോ, CRPC എന്നാണോ, അതോ പാരൻസ് പെട്രേ എന്നാണോ എന്നാണ് ഓപ്ഷൻസ് വന്നിട്ടുള്ളത്. കറക്റ്റ് ആൻസർ ഇസ് പാരൻസ് പെട്രേ എന്നുള്ളതാണ് കേട്ടോ. The doctrine of parents petrae allows the state to act as a guardian for those who are unable to care for themselves, emphasizing the different treatment of juveniles. 18 വയസ്സിന് കുറവുള്ള അല്ലെങ്കിൽ കുട്ടികൾ എന്തെങ്കിലും ക്രിമിനൽ ഒഫൻസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് പ്രത്യേക കെയർ കൊടുക്കണം എന്ന് പറയുന്ന നിയമത്തിനെ അല്ലെങ്കിൽ ആ നിയമവശ കോൺസെപ്റ്റിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, പേരൻസ് പെട്രേ എന്ന് വേണ്ടി പറയുന്നത്. ഓക്കെ. During adolescence, students may see greater independence, leading to challenges in authority. As teachers, what is the helpful approach for managing this behavior in the classroom? എന്താണ് അഡോളസൻസിലേക്ക് കടക്കുന്ന അല്ലെങ്കിൽ കൗമാരപ്രായത്തിലേക്ക് കടക്കുന്ന കുട്ടികൾ എന്താണ് ഇൻഡിപെൻഡൻ്റ് ആവാൻ, സ്വയം മികവറ്റതാവാൻ ശ്രമിക്കുക, സ്വയം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളൊരു ട്രെൻഡിലേക്ക് പോകുന്ന സമയത്ത് എന്താണ് പലതരത്തിലുള്ള ചാലഞ്ചസ് എന്ത് ചെയ്യും, മുകളിൽ അതോറിറ്റിയിൽ നിൽക്കുന്നവർക്ക് ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടാവും. അങ്ങനെ നേരിടുമ്പോൾ ഈ ടീച്ചേഴ്സിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. Encourage open communication and negotiation. B. Ignoring challenging behavior. 3C. Minimize peer interaction. Discourage student autonomy. ഏതാണ് ഓപ്ഷൻ, ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് നിങ്ങൾ ആലോചിക്കുക. കറക്റ്റ് ആൻസർ ഇസ് എൻകറേജിങ് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ആൻഡ് നെഗോസിയേഷൻ എന്നുള്ളതാണ്. Promoting open communication and negotiation help establish mutual respect and understanding which can reduce conflicts. ഈ ഇൻഡിപെൻഡൻ്റ് ആവുക എന്നുള്ളൊരു പര്യടനത്തിൽ കുട്ടികൾ എന്ത് ചെയ്യും, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടുവരും. അപ്പോൾ ആ പ്രശ്നങ്ങളിൽ നിന്ന് മറികടക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല മാർഗം ടീച്ചേഴ്സിന് ക്ലാസ് റൂമിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ഓപ്പൺ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, സംസാരം കുട്ടികളുമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുക. ചില കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യുക, നെഗോഷിയേറ്റ് ചെയ്യുക, അവർക്ക് വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത് ആണ് എന്ത് ചെയ്യുക, അവരുടെ ആ കോൺഫ്ലിക്റ്റിൽ നിന്ന് നമ്മളും അവരും തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റിൽ ബെറ്റർ സൊല്യൂഷൻസിന് കാരണമാകുക എന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. Select the term of the provision of aids and appliances for persons with disabilities as mentioned in PWD Act. PWD Act പ്രകാരം ഡിസബിലിറ്റി ഉള്ള വ്യക്തികൾക്ക് കൊടുക്കുന്ന എയ്ഡ്സ് ആൻഡ് അപ്ലയൻസസിനെ നമ്മൾ എന്ത് വിളിക്കും? ആ കൊടുക്കുന്ന എക്സ്ട്രാ ടെക്നോളജിക്കൽ സപ്പോർട്ടിനെ നമ്മൾ എന്ത് വിളിക്കും എന്നാണ് ചോദിക്കുന്നത്. അഡാപ്റ്റീവ് ടെക്നോളജി എന്നാണോ, അസിസ്റ്റീവ് ടെക്നോളജി എന്നാണോ, അക്കോമഡേറ്റീവ് ടെക്നോളജി എന്നാണോ, ആങ്കറിംഗ് ടെക്നോളജി എന്നാണോ ഓപ്ഷൻസ് വന്നിട്ടുള്ളത്? Correct answer is assistive technology. Assistive technology refers to devices and services designed to help individuals with disabilities perform tasks and enhance their capabilities. സ്വയം വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും സ്വന്തമായി ജീവിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവർക്ക് അവരുടെ ഡിസബിലിറ്റിക്ക് അല്ലെങ്കിൽ അവരുടെ ഇഷ്യൂസിനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന സപ്പോർട്ടിങ് ഏജൻസി നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ ചിലപ്പം ഹിയറിംഗ് എയ്ഡ് കൊടുക്കുന്നത്, ചിലപ്പം വീൽ ചെയർ കൊടുക്കുന്നതൊക്കെ എന്താണ്, അവരെ ഇൻഡിപെൻഡൻ്റ് ആയി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ അസിസ്റ്റീവ് ടെക്നോളജി അസിസ്റ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ഒന്ന് കെയർ കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ എയ്ഡ്സ് ആൻഡ് അപ്ലയൻസസ് കൊടുക്കുന്നതിന് പുറകിലുള്ള ഉദ്ദേശം. സോ അസിസ്റ്റീവ് ടെക്നോളജിയാണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ജോൺ ഇസ് വെരി എഫിഷ്യൻറ്റ് ഇൻ ഫൈൻഡിങ് ഡയറക്ഷൻസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ദ ട്രാഫിക് റൂട്ട്സ്. ജോൺ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് എന്താണ്, ട്രാഫിക്കിലെ റൂട്ടുകൾ അല്ലെങ്കിൽ വഴികൾ പഠിച്ചെടുക്കുന്നതിൽ നല്ല കഴിവുണ്ട് എന്നാണ് പറയുന്നത്. According to the multiple intelligence theory, what type of intelligence John possesses? അപ്പം മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി പ്രകാരം ജോണിൻ്റെ ഈ ഒരു കഴിവിനെ എന്ത് ഇൻ്റലിജൻസ് ആയിട്ടാണ് പറയുക? 1 ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ് ആണോ, 2 വിഷ്വൽ സ്പേഷ്യൽ ആണോ, 3 നാച്ചുറലിസ്റ്റിക് ആണോ, 4 കൈനസ്തെറ്റിക് ഇൻ്റലിജൻസ് ആണോ? കറക്റ്റ് ആൻസർ ഇസ് വിഷ്വൽ സ്പേഷ്യൽ ഇൻ്റലിജൻസ് ആണ്. Visual spatial intelligence
involves the ability to understand and manipulate spatial relationship, including navigation and direction finding. എന്താണ് ചുറ്റുപാട് അല്ലെങ്കിൽ വഴി മനസ്സിലാക്കുക, സ്പേസ് മനസ്സിലാക്കുക എന്നൊക്കെ പറയുന്ന അത്തരത്തിലുള്ള കഴിവ് എന്ന് പറയുന്നത് വിഷ്വൽ സ്പേഷ്യൽ ഇന്റലിജൻസ് ആണ്. അല്ലെങ്കിൽ കാഴ്ചയിലൂടെ കാര്യങ്ങളെ ഗ്രഹിച്ചെടുക്കാനുള്ള കഴിവിനെ നമ്മൾ വിഷ്വൽ സ്പേഷ്യൽ ഇന്റലിജൻസ് എന്നാണ് പറയുന്നത്. മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി ആരായിരുന്നു പറഞ്ഞതെന്നുള്ളത് നിങ്ങൾ ഓർത്ത് വെക്കണേ. ഗാർഡനർ ആണ് ആ തിയറി കൊണ്ടുവന്നിട്ടുള്ളത്. സോ ജോണിന് ഉള്ള കഴിവ് എന്ന് പറയുന്നത് വിഷ്വൽ സ്പേഷ്യൽ ഇന്റലിജൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഇസ് ദ പ്രൈമറി അച്ചീവ്മെന്റ് ഓഫ് ദി സെൻസറി മോട്ടോ സ്റ്റേജ്? സെൻസറി മോട്ടോ സ്റ്റേജിലുള്ള മേജർ അച്ചീവ്മെന്റ്, മേജർ ആയിട്ട് അവിടെ നടക്കുന്ന പ്രോസസ്സ് എന്താണ്? ലഭിക്കുന്ന പ്രോസസ്സ് എന്താണ്? ഒബ്ജക്റ്റ് പെർമനൻസ് ആണോ, റിവേഴ്സിബിലിറ്റി ആണോ, ആനിമിസം ആണോ, സീരിയലൈസേഷൻ ആണോ? സോ കറക്റ്റ് ആൻസർ വരുന്നത് എന്താണ്? ഒബ്ജക്റ്റ് പെർമനൻസ് ആണ്. ഓക്കെ, എന്താണ് ഈ ഒബ്ജക്റ്റ് പെർമനൻസ്? Object permanence is the understanding that objects continue to exist even when they cannot be seen, and it is a key milestone achieved during the sensory motor state birth to about 2 years. 0 to 2 years, 0 വയസ്സിൻ്റെ 2 വയസ്സിൻ്റെ ഇടയിൽ ഏറ്റവും ആദ്യം ലഭിക്കുന്ന ഒരു അച്ചീവ്മെൻ്റ് ആണ് ഒബ്ജക്റ്റ് പെർമനൻസ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ആരുടെയെങ്കിലും ഏതെങ്കിലും ഒരു കുട്ടിയുണ്ട്, പ്രോബബ്ലി പറയുകയാണെങ്കിൽ 1 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഒരു എക്സ്പെരിമെന്റ് നടത്തി നോക്കാം. ഒരു റിമോട്ട് ഉണ്ടെന്ന് വിചാരിച്ചോ, ആ റിമോട്ട് എന്ത് ചെയ്യുക? കുട്ടീൻ്റെ മുന്നിൽ വെച്ച് കളിക്കാം. അതിനുശേഷം എന്ത് ചെയ്യുക? അത് ഒളിപ്പിച്ച് വെക്കുക. അപ്പോൾ ആ ഒളിപ്പിച്ച് വെക്കുന്ന സമയത്ത് അത് തൊട്ട് താഴെയാണ്, അവൻ്റെ മുന്നിൽ തന്നെ ഒളിപ്പിച്ച് വെക്കുകയാണെങ്കിൽ പോലും അവൻ എന്ത് മനസ്സിലാവില്ല, അത് അതിൻ്റെ ആ ഒരു തുണിയുടെ താഴെ അല്ലെങ്കിൽ എന്തുകൊണ്ടാണോ, എന്തിൻ്റെ ഉള്ളിലാണോ വെച്ചത് അതിൻ്റെ ഉള്ളിലുണ്ട് എന്ന് അവന് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കില്ല. അതാണ് ഒബ്ജക്റ്റ് പെർമനൻസ്. ആ ഒരു കഴിവ് നേടിയെടുക്കുന്നതിനെയാണ് ഒബ്ജക്റ്റ് പെർമനൻസ്. എന്താണ്? നമ്മളുടെ കൺമുന്നിൽ ഇല്ലെങ്കിലും അത് മറ്റെവിടെയോ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന ആ കപ്പാസിറ്റിനെയാണ് ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറയാം. അതാണ് സെൻസറി മോട്ടോ സ്റ്റേജിൽ കുട്ടികൾ ഏറ്റവും മികച്ചതായി ലഭിക്കുന്ന ഒരു കഴിവ് എന്ന് പറയുന്നത്. ഈ കോൺസെപ്റ്റ് മൊത്തത്തിൽ ആരുടേതാണ്? പിയാഷെയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറിയിൽ പറയുന്ന കൺസെപ്റ്റ് ആണ് കേട്ടോ. സോ വിത്ത് ദാറ്റ് നമ്മുടെ PYQ അനാലിസിസ് സെഷൻ മൊത്തത്തിൽ എൻഡ് ചെയ്തു. 40 ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ അഡോളസെന്റ് സൈക്കോളജിയിൽ വരുന്നത്. നോക്കിക്കഴിഞ്ഞാൽ കുറേയൊക്കെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ഒന്ന് ഇരുത്തി വായിക്കാൻ വളരെ എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു PYQ അനാലിസിസ് സെഷൻ യൂസ്ഫുൾ ആയെന്ന്. ഇനി അടുത്തൊരു EDFIL ലേണിംഗ് ആപ്പിൻ്റെ അടുത്തൊരു സെഷന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അൺടിൽ ദെൻ, താങ്ക് യു.